ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ജി എസ് ടിയിലെ മറ്റൊരു ടേമാണ് പ്ലേസ് ഓഫ് സപ്ലൈ. നമുക്കറിയാം ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിൽ വളരെയധികം സപ്ലൈ നടക്കുന്നുണ്ട് ഇല്ലേ. ഹോം സ്റ്റേറ്റ് സപ്ലൈ അഥവാ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് നടക്കുന്ന സപ്ലൈ, ഇൻട്ര സ്റ്റേറ്റ് സപ്ലൈ. അതുപോലെ തന്നെ എന്താണ് യൂണിയൻ ടെറിട്ടറി മേഖലയിലേക്ക് നടക്കുന്ന സപ്ലൈ അല്ലേ, യൂണിയൻ ടെറിട്ടറി സപ്ലൈ. ഇങ്ങനെ ഓരോ മേഖലയിലേക്ക് നടക്കുന്ന സപ്ലൈ അനുസരിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ടാക്സുകളാണ് കളക്ട് ചെയ്യുന്നത് അല്ലേ. ഹോം സ്റ്റേറ്റ് അഥവാ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ സി ജി എസ് ടിയും എസ് ജി എസ് ടിയും, അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറി സപ്ലൈ ആണെങ്കിൽ യു ടി ജി എസ് ടിയും സി ജി എസ് ടിയും, അതുപോലെ തന്നെ എന്താണ് ഇൻട്ര സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ ഐ ജി എസ് ടി, ഇമ്പോർട്ട് ആണെങ്കിൽ ഐ ജി എസ് ടി പ്ലസ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി, എക്സ്പോർട്ട് ആണെങ്കിൽ നിൽ റേറ്റഡ് ഐ ജി എസ് ടി അല്ലേ. ഈ രീതിയിലുള്ള പല രീതിയിലുള്ള ടാക്സുകളാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ എന്നതുകൊണ്ട് നമ്മൾ ജി എസ് ടിയിൽ അർത്ഥമാക്കുന്നത് നമ്മൾ ഗുഡ്സോ സർവീസോ ഏത് സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഏത് സ്ഥലത്തേക്കാണ് സപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടാക്സ് സിസ്റ്റം അതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ട് ചെയ്യേണ്ട ടാക്സ് സിസ്റ്റം ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഒരു ടേം ജി എസ് ടിയുടെ അകത്ത് നടപ്പിലാക്കിയിരിക്കുന്നത്. അത് ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ ഏത് സ്ഥലത്തേക്ക് സപ്ലൈ ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ടാക്സാണ് കളക്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഒരു ടേം ജി എസ് ടിയുടെ അകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലായല്ലോ. ഇനി ഏതൊക്കെ രീതിയിലുള്ള സപ്ലൈ ഉണ്ടാകാം? രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള സപ്ലൈ ഉണ്ടാകാം ഇല്ലേ. അതുപോലെ തന്നെ എന്താണ് ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിലെ ആളുകൾ തമ്മിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്തേക്കാം. അപ്പം സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ സപ്ലൈ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ എന്താണ് ഒരു യൂണിയൻ ടെറിട്ടറിയും അതുപോലെ തന്നെ എന്താണ് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് തമ്മിലും സപ്ലൈ ഉണ്ടായേക്കാം. ഈ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള സപ്ലൈയുടെ അടിസ്ഥാനത്തിലാണ് ഏതൊക്കെ ടാക്സ് ആണ് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടത് അല്ല എങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയർക്ക് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ നമ്മളെ പ്ലേസ് ഓഫ് സപ്ലൈ സഹായിക്കുന്നു. അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഒന്ന്, പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഗുഡ്സിൻ്റെ കാര്യത്തിലുമുണ്ട്, അതുപോലെ തന്നെ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് സർവീസിൻ്റെ കാര്യത്തിലുമുണ്ട്. അപ്പോൾ ഗുഡ്സിൻ്റെ നമുക്കറിയാമല്ലോ ഒരു ബിസിനസ്സിൽ പല രീതിയിലുള്ള ഗുഡ്സുകളാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഗുഡ്സിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് പ്ലേസ് ഓഫ് സപ്ലൈ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് സർവീസ്, നമ്മളൊരു ബിസിനസ് സ്ഥാപനത്തിൽ പല രീതിയിലുള്ള സർവീസുകളായിരിക്കാം ട്രേഡ് ചെയ്യപ്പെടുന്നത്. ആ സർവീസിൻ്റെ അടിസ്ഥാനത്തിലും പല രീതിയിലുള്ള സർവീസിൻ്റെ സ്വഭാവം അനുസരിച്ച് പല രീതിയിലുള്ള പ്ലേസ് ഓഫ് സപ്ലൈ ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും ഇൻഡിവിജ്വലി ഒന്ന് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ ദ കേസ് ഓഫ് ഗുഡ്സ്. ഗുഡ്സിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് സപ്ലൈ നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലം ഏതെന്ന് നിശ്ചയിക്കുന്നത്. ഗുഡ്സ് എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൽ പല രീതിയിലുള്ള ഗുഡ്സ് ഉണ്ട്. ഒന്ന്, ആദ്യത്തെ ഗുഡ്സാണ് മൂവബിൾ ഗുഡ്സ് അല്ലേ. ഇപ്പം ഞാൻ ഒരു ബിസിനസ്സുകാരനാണെന്നിരിക്കട്ടെ, ഞാൻ കുറച്ച് സ്റ്റോക്ക് ഐറ്റം വാങ്ങി വെച്ചു. ഞാൻ എന്താണ് അടിമാലി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ബിസിനസ്സുകാരനാണ് അല്ലേ. അവിടെ എൻ്റെ കടയിലേക്ക് കുറച്ച് പച്ചക്കറി അല്ലെങ്കിൽ കുറച്ച് ഫർണിച്ചർ അല്ലെങ്കിൽ കുറച്ച് ഇലക്ട്രോണിക്കൽ ഐറ്റംസ് ഈ രീതിയിലുള്ള ഗുഡ്സ് ഞാൻ എന്താണ് അങ്ങ് കൊച്ചിയിലെ ഒരു സപ്ലയറെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചു. അപ്പോൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകാവുന്ന ഗുഡ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് മൂവബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ രീതിയിലുള്ള ഗുഡ്സിൻ്റെ സപ്ലൈയിലാണ് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈ ഗുഡ്സ് വാങ്ങുന്ന ആൾ രജിസ്റ്റേർഡ് ആണോ എന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഈ ഗുഡ്സ് വാങ്ങുന്ന ആൾ അൺരജിസ്റ്റേർഡ് ആണോ എന്ന് ശ്രദ്ധിക്കണം. അല്ല, ഇനി ഈ ഗുഡ്സ് വാങ്ങുന്ന ആൾ ഇന്ത്യക്ക് ഉള്ളിലുള്ള ആളാണോ അത് ഇന്ത്യക്ക് വെളിയിലുള്ള ആളാണോ എന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെ മൂന്ന് രീതിയിലാണ് മൂവബിൾ ഗുഡ്സിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണ്ടത്. അല്ലെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമുക്ക് ഉദാഹരണത്തിലൂടെ പറയാം. ഇപ്പോൾ അടിമാലിയിൽ ഒരു ഫർണിച്ചർ കട ഒരു ഇലക്ട്രോണിക്കൽ ഷോപ്പ് നടത്തുന്ന ജി എസ് ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് ഞാൻ അങ്ങ് കൊച്ചിയിൽ വന്നിട്ട് ലുലുമാൾ എന്ന് പറയുന്ന ഒരു ഹോൾസെയിൽ ഡീലറുടെ കയ്യിൽ നിന്ന് ഇലക്ട്രോണിക്കൽ ഐറ്റംസൊക്കെ എന്താണ് ഹോൾസെയിൽ ഡീലറായിട്ട് വിൽക്കുന്ന ഒരു ജി എസ് ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് കുറച്ച് ഇലക്ട്രിക്കൽ ഐറ്റംസ് പർച്ചേസ് ചെയ്തുകൊണ്ട് അടിമാലിയിലേക്ക് വരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് പ്ലേസ് ഓഫ് സപ്ലൈ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് റെസിപ്പിയൻ്റ്, ഈ ഗുഡ്സ് സ്വീകരിച്ച് ഈ മൂവബിൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകാവുന്ന ഈ ഇലക്ട്രോണിക് ഐറ്റംസ് എന്ന് പറയുന്ന ഈ മൂവബിൾ ഗുഡ്സ് ആരാണോ സ്വീകരിച്ചത്, ആരാ സ്വീകരിച്ചിരിക്കുന്നത്? ഞാൻ അടിമാലിയിലെ ഞാനാണ്. എനിക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ട് എങ്കിൽ
അങ്ങ് കൊച്ചിയിലെ ലുലുമാൾ എന്ന് പറയുന്ന ഹോൾസെയിലർ സപ്ലൈ നടത്തിയിരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏതാണ്? അടിമാലിയാണ്. ഞാൻ GST രജിസ്ട്രേഷൻ എടുത്തേക്കുന്ന പാർട്ടി ആയതുകൊണ്ട് എൻ്റെ പ്ലേസ് ആയിരിക്കും എന്തായിട്ട് എടുക്കുന്നത്? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഞാൻ കൊടുക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? ഞാൻ സപ്ലയർക്ക് കൊടുക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് CGSTയും SGSTയും ആയിരിക്കും അല്ലേ? കാരണം ഇവിടെ രജിസ്റ്റേർഡ് പാർട്ടീസ് തമ്മിലുള്ള ഒരു സപ്ലൈ നടന്നേക്കുന്നത് അല്ലേ? ഞാൻ വാങ്ങിയിരിക്കുന്നത് ആരുടെ കയ്യിൽ നിന്നാണ്? ഞാൻ വാങ്ങിയിരിക്കുന്നത് GST രജിസ്റ്റർ പാർട്ടിയുടെ കയ്യിൽ നിന്നാണ്. അയാൾ എവിടെയുള്ള ആളാണ്? അയാൾ കൊച്ചിയിലുള്ള ആളാണ്. അതുപോലെ തന്നെ ഗുഡ്സ് പർച്ചേസ് ചെയ്ത എനിക്കും എന്തുണ്ട്? GST രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ ഗുഡ്സ് വാങ്ങി ഈ റെസിപ്പിയൻറ്റിന് GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ സപ്ലൈ നടന്നേക്കുന്നത് ഈ റെസിപ്പിയൻ്റെ പ്ലേസ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. ഓക്കെ, അതാണ് രജിസ്റ്റേർഡ് പേഴ്സൻ്റെ കാര്യത്തിലാണെങ്കിൽ ആരാണ് ഗുഡ്സ് ഓർ സർവീസ് പർച്ചേസ് ചെയ്യുന്നത്, ആ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് ആ ഗുഡ്സ് സ്വീകരിക്കുന്ന റെസിപ്പിയൻറ്റിന് GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അയാളുടെ സ്ഥലമായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ക്ലിയർ? ഇനി മറ്റൊരു കാര്യം, അടിമാലിയിലെ GST ബിസിനസ്, അടിമാലിയിൽ ഇലക്ട്രോണിക് ഷോപ്പ് നടക്കുന്ന GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഞാൻ തമിഴ്നാട്ടിലെ ഒരു GSTയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിക്ക് ഇലക്ട്രോണിക് ഐറ്റംസ് വിറ്റെന്നിരിക്കട്ടെ. അപ്പോൾ അയാൾക്ക് എന്തുണ്ട്? അയാൾക്കും GST രജിസ്ട്രേഷൻ ഉണ്ട്, എനിക്കും GST രജിസ്ട്രേഷൻ ഉണ്ട്. ഏതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്? ഈ ഗുഡ്സ് എങ്ങോട്ടാണ് സപ്ലൈ ചെയ്തേക്കുന്നത്? തമിഴ്നാട്ടിലെ രജിസ്റ്റേർഡ് ആയിട്ടിരിക്കുന്ന പാർട്ടിയുടെ കയ്യിൽ, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കൺസ്യൂമറിനാണ്, GST രജിസ്റ്റർ ചെയ്യുന്ന ഒരു കൺസ്യൂമറിനാണ് എന്ത് ഞാൻ വിറ്റേക്കുന്നത്? ഞാൻ ഗുഡ്സ് വിറ്റേക്കുന്നത്. സോ ഏതായിരിക്കും ഞാൻ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്? തമിഴ്നാട്ടിലെ ആ കസ്റ്റമറുടെ പ്ലേസ് ആയിരിക്കും എന്തായിട്ട് ഞാൻ എടുക്കുന്നത്? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഞാൻ കൊടുക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും? IGST എന്ന് പറയുന്ന ടാക്സ് ആയിരിക്കണം അയാളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ രജിസ്റ്റേർഡ് പാർട്ടീസ് തമ്മിലുള്ള മൂവബിൾ ഗുഡ്സിൻ്റെ കാര്യത്തിൽ രജിസ്റ്റേർഡ് പാർട്ടീസ് തമ്മിലാണ് സപ്ലൈ നടക്കുന്നതെങ്കിൽ ആരാണോ റെസിപ്പിയൻറ്റ്, ആ റെസിപ്പിയൻറ്റിന് GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ആ പാർട്ടിയുടെ സ്ഥലമായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്? GSTയുടെ അകത്ത് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൺരജിസ്റ്റേർഡ് പേഴ്സൻ്റെ കാര്യത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് റെസിപ്പിയൻ്റെ GST രജിസ്റ്റർ ചെയ്യാത്ത ഒരു റെസിപ്പിയൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഇപ്പോൾ ഞാൻ എന്താണ് അടിമാലിയിൽ ഒരു പച്ചക്കറി കട നടത്തുന്ന ഒരു ബിസിനസ്സുകാരനാണ്. വേണ്ട, പച്ചക്കറി കട വേണ്ട, അടിമാലിയിൽ ഒരു ഫർണിച്ചർ കട നടത്തുന്ന ഒരു ബിസിനസ്സുകാരനാണ്. എനിക്ക് GST രജിസ്ട്രേഷൻ ഇല്ല. എനിക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത് നെല്ലിക്കുഴിയിൽ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയറാണ് ഈ ഫർണിച്ചർ മൊത്തം സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെല്ലിക്കുഴിയിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് എങ്ങോട്ട് കയറ്റി അയക്കുന്നു? അടിമാലിലുള്ള എൻ്റെ കടയിലേക്ക് കയറ്റി അയക്കുന്നു. ഞാൻ എന്താണ് നെല്ലിക്കുഴിയിലെ സപ്ലയർ എടുത്ത് പോയിട്ടാണ് എൻ്റെ ഈ ഫർണിച്ചർ പ്രോഡക്റ്റൊക്കെ പർച്ചേസ് ചെയ്യുന്നത് അല്ലേ? ഞാൻ GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പാർട്ടിയല്ല. ഞാൻ സാധനം വാങ്ങുന്നത് എവിടെ നിന്നാണ്? സാധനം വാങ്ങുന്നത് നെല്ലിക്കുഴിയിൽ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ പക്ഷേ ഈ ഗുഡ്സ് എങ്ങോട്ടാണ് വന്നേക്കുന്നത്? അടിമാലിയിലുള്ള എൻ്റെ ഫർണിച്ചർ കടയിലേക്കാണ് വന്നേക്കുന്നത്. ഈ കാര്യത്തിൽ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത് ആരാണ് ഈ ഗുഡ്സ് എനിക്ക് സപ്ലൈ ചെയ്തിരിക്കുന്നത്? ആ സപ്ലയറുടെ ലൊക്കേഷൻ ആയിരിക്കും. കാരണം എനിക്കെന്തില്ല? എനിക്ക് GSTയിൽ രജിസ്ട്രേഷൻ ഇല്ലാത്തത് കൊണ്ട് ആരാണോ GST രജിസ്ട്രേഷൻ ഉള്ളത്, ആ GST രജിസ്ട്രേഷൻ ഉള്ള ആരാണ് ഈ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത്, ആ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആളുടെ ലൊക്കേഷൻ ആയിരിക്കും എന്തായിട്ട് എടുക്കുന്നത്? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു രജിസ്റ്റേർഡ് പാർട്ടി ടു അൺരജിസ്റ്റേർഡ് പാർട്ടിയുടെ ഒരു രജിസ്റ്റേർഡ് പാർട്ടിയും GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിയും അതുപോലെ തന്നെ എന്താണ് GST അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു പാർട്ടിയും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ സപ്ലൈ നടന്നു കഴിഞ്ഞാൽ ആരാണോ ഈ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത്, ആ സപ്ലയറുടെ ലൊക്കേഷൻ ആയിരിക്കും എന്തായിട്ട് എടുക്കുന്നത്? GSTയുടെ അകത്ത് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ, അതായത് നമ്മൾ എക്സ്പോർട്ടിനൊക്കെ വേണ്ടി ഗുഡ്സ് എന്ത് ചെയ്യുന്നു? നമ്മൾ എക്സ്പോർട്ടിനൊക്കെ വേണ്ടി എന്താണ് ഗുഡ്സ് വിദേശ രാജ്യങ്ങളിലേക്ക് എന്താണ് കയറ്റി അയക്കാറില്ലേ? ആ സമയത്ത് ഇപ്പോൾ GST രജിസ്ട്രേഷനുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കൊച്ചിയിലാണ് എൻ്റെ ബിസിനസ് സ്ഥാപനമുള്ളത്. എൻ്റെ കുറച്ച് സ്റ്റോക്ക് ഐറ്റംസ് എന്താണ് കണ്ടെയ്നറിൽ കയറ്റി ഞാൻ എന്താണ് അങ്ങ് നേപ്പാളിലുള്ള ഒരു പാർട്ടിക്ക് വിറ്റു. ഈ കാര്യത്തിൽ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത് ഏത് പാർട്ടിയാണോ, ഇന്ത്യക്ക് വെളിയിലുള്ള ഏത് പാർട്ടിയാണോ എൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തേക്കുന്നത്, ആ പാർട്ടിയുടെ സ്ഥലമായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. കാരണം എന്താണ്? ഇത് എക്സ്പോർട്ടാണ്. നേപ്പാളായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ക്ലിയർ? ഇങ്ങനെ 3 രീതിയിലാണ് മൂവബിൾ ഗുഡ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഒന്ന്, രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് ഗുഡ്സ് സ്വീകരിക്കുന്നതെങ്കിൽ, ഗുഡ്സ് ആയിക്കോട്ടെ, ഈ മൂവബിൾ ഗുഡ്സ് സ്വീകരിക്കുന്നതെങ്കിൽ ആ
രജിസ്റ്റേർഡ് പാർട്ടിയുടെ സ്ഥലമായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇനി അൺരജിസ്റ്റേർഡ് പാർട്ടിയാണ് ഈ ഗുഡ്സ് സ്വീകരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത് സ്വീകരിക്കുന്നതെങ്കിൽ ആരാണോ ഈ അൺരജിസ്റ്റേർഡ് പാർട്ടിക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്തിരിക്കുന്നത് ആ സപ്ലയറുടെ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇനി ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ, അതായത് നമ്മളെന്താണ് ഈ മൂവബിൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യക്ക് വെളിയുള്ള ഒരു പാർട്ടിയാണെങ്കിൽ ആരായിരിക്കും റെസിപ്പിയൻ്റ്, ആ റെസിപ്പിയൻ്റെ പ്ലേസ് ആയിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ക്ലിയർ? ഇതാണ് മൂവബിൾ ഗുഡ്സിൻ്റെ കാര്യത്തിലെ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ഇമ്മൂവബിൾ ഗുഡ്സ്. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കാത്ത ഗുഡ്സാണ് നമ്മൾ GSTയുടെ അകത്ത് ട്രേഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ അതിൻ്റെ കാര്യം എങ്ങനെയെന്ന് പറയാം. ഇപ്പം നമ്മൾ എന്താണ് ലാൻഡ്, അതെന്താണ് ഒരിക്കലും എന്താണ് ഒരു ട്രേഡർക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചുമന്നുകൊണ്ട് പോകാൻ പറ്റില്ല അല്ലേ. അതുപോലെ തന്നെ ബിൽഡിങ്, ആ രീതിയിലുള്ള ഗുഡ്സിനൊക്കെ എന്തുണ്ട്, ഈ രീതിയിലുള്ള ഗുഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് GSTയുടെ അകത്ത് വിളിക്കും. ക്യാപിറ്റൽ ഗുഡ്സ് ഓക്കെ, ഒരു ബിസിനസ്സിൻ്റെ ഉന്നമനത്തിന് വേണ്ടി എന്താണ്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ വാല്യൂ കൂട്ടാൻ വേണ്ടി എന്താണ് പർച്ചേസ് ചെയ്യപ്പെടുന്ന ഗുഡ്സാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഈ ഒരു കാര്യത്തിലാണെങ്കിൽ, ഈ മൂവബിൾ ഗുഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഉദാഹരണത്തിലൂടെ പറയാം. അങ്ങ് അടിമാലിയിൽ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഞാൻ കൊച്ചിയിൽ ഒരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്തിരിക്കുന്നു. എനിക്ക് അത് ചുമന്നുകൊണ്ട് ഒരിക്കലും അടിമാലിക്ക് വരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇമ്മൂവബിൾ ഗുഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത് ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഇമ്മൂവബിൾ ഗുഡ്സ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആ സ്ഥലമായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. അടിമാലിലുള്ള ഞാൻ എന്താണ് കൊച്ചിയിലുള്ള ഒരു ബിൽഡിങ്ങാണ് പർച്ചേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എവിടെയാണ്, ആ പ്രോപ്പർട്ടി ഇരിക്കുന്ന സ്ഥലം എവിടെയാണ്, കൊച്ചിയിലായിരിക്കും അല്ലേ. അപ്പോൾ ഇമ്മൂവബിൾ ഗുഡ്സിൻ്റെ കാര്യത്തിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രൊഡക്റ്റാണ് ട്രേഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ അല്ലെങ്കിൽ സപ്ലൈ ചെയ്യപ്പെടുന്നതെങ്കിൽ എന്താണ് ആ പ്രോപ്പർട്ടി ഇരിക്കുന്ന സ്ഥലം ഏതോ അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിലുള്ള ഒരു പാർട്ടി കേരളത്തിൽ വന്ന് എന്താണ് കുറച്ച് സ്ഥലം വാങ്ങി, ഇയാൾക്ക് ഒരിക്കലും അത് ജമ്മു കാശ്മീരിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എവിടെയായിരിക്കും എടുക്കുന്നത്, ജമ്മു കാശ്മീരിലെ പാർട്ടി ആയിരിക്കാം വാങ്ങിയിരിക്കുന്നത്, പക്ഷേ എന്താണ് കേരളത്തിലെ ആ പ്ലേസ് എവിടെയാണോ ഉള്ളത് ആ സ്ഥലമായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ക്ലിയർ? ഇനി മറ്റൊരു കാര്യമാണ് ഇൻസ്റ്റാളേഷൻ ആൻഡ് അസംബ്ലിംഗ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അതെ, നമ്മൾ അതായത് ഇൻസ്റ്റാളേഷൻ ആൻഡ് അസംബ്ലിംഗ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗുഡ്സിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ ഇൻസ്റ്റാളേഷൻ ഓർ അസംബ്ലിംഗ് പൂർത്തിയാകുന്നത്, അതായത് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലത്ത് നിന്നും പല രീതിയിലുള്ള പ്രൊഡക്റ്റിൻ്റെ പാർട്സ് എല്ലാം കൊണ്ട് ചുമന്നുകൊണ്ട് വന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് എന്താണ് അത് കൂട്ടിച്ചേർക്കും. ഓക്കെ, എന്നിട്ട് അതിനൊരു ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് ആക്കി മാറ്റും. ഈ രീതിയിലാണ് എങ്കിൽ എവിടെ വെച്ചാണോ ഈ അസംബ്ലിംഗ് നടക്കുന്നത് അല്ലെങ്കിൽ എവിടെ വെച്ചാണോ ആ ഇൻസ്റ്റാളേഷൻ ആ ഗുഡ്സ് വ്യത്യസ്തമായിട്ടുള്ള പാർട്സൊക്കെ കൂട്ടിച്ചേർത്ത് ആ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നത് ആ സ്ഥലമായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറിൻ്റെ ടയർ വാങ്ങിയേക്കുന്നത്, ടയറുകൾ 4 വാങ്ങിയേക്കുന്നത് ജമ്മു കാശ്മീരിൽ നിന്ന്, അതിൻ്റെ എൻജിൻ വാങ്ങിയേക്കുന്നത് അങ്ങ് കർണാടകയിൽ നിന്ന്, അതിൻ്റെ ബോഡി വാങ്ങിയേക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന്. ഈ കാര്യങ്ങളെല്ലാം ബോഡിയും അതിൻ്റെ സീറ്റ് മുതലായ കാര്യങ്ങളൊക്കെ വാങ്ങിയേക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന്. അപ്പോൾ 3 പ്ലേസിൽ നിന്ന് സാധനങ്ങളെല്ലാം കൂടി വാങ്ങിയേക്കുന്നത്, ഒന്ന് ജമ്മു കാശ്മീരിൽ നിന്ന് അതിൻ്റെ 4 ടയർ, കർണാടകയിൽ നിന്ന് അതിൻ്റെ എൻജിൻ, പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് അതിൻ്റെ ബോഡിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് കേരളത്തിൽ കൊച്ചിയിൽ വെച്ചാണ് ഈ സാധനം എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് കാറെന്ന് പറയുന്ന ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ പരുവത്തിലേക്ക് ആക്കി മാറ്റിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഏതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്, എഞ്ചിൻ വാങ്ങിയ കർണാടകയോ അല്ലെങ്കിൽ എന്താണ് ടയർ സപ്ലൈ ചെയ്ത ജമ്മു കാശ്മീരോ അല്ലെങ്കിൽ എന്താണ് ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് തന്നിരിക്കുന്ന തമിഴ്നാടോ ആയിരിക്കില്ല. പിന്നെയോ എവിടെയാണോ ഇത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി എടുത്തേക്കുന്നത് ആ സ്ഥലമായിരിക്കും ഇൻസ്റ്റാളേഷൻ സംഭവിച്ച് ഈ റോ മെറ്റീരിയൽസ് എല്ലാം ഈ കണ്ടന്റ് എല്ലാം കൂടി ഏകോപിപ്പിച്ച് എവിടെയാണോ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റിയേക്കുന്നത് ആ സ്ഥലമായിരിക്കും എന്തായിട്ട് നമ്മൾ എടുക്കുന്നത്, നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇതാണ് ഇൻസ്റ്റാളേഷൻ ഓർ അസംബ്ലിംഗ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഗുഡ്സിൻ്റെ കാര്യമാണ് ബോർഡിംഗ് ഓർ ഷിപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ മൂന്ന് രീതിയിലുള്ള ഗുഡ്സിൻ്റെ കാര്യമാണ് പഠിച്ചേക്കുന്നത്. മൂവബിൾ ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത ഗുഡ്സിൻ്റെ കാര്യത്തിലുള്ള പ്ലേസ് ഓഫ് സപ്ലൈ, ഇമ്മൂവബിൾ ഗുഡ്സിൻ്റെ കാര്യത്തിലുള്ള പ്ലേസ് ഓഫ് സപ്ലൈ, ഇൻസ്റ്റാളേഷൻ ആൻഡ് അസംബ്ലിംഗ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കാര്യത്തിലുള്ള പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോർഡിംഗ് ആൻഡ് ഷിപ്പിംഗ് ഓഫ് ഗുഡ്സ്. അതായത് ഇപ്പോൾ
ഞാനേ ആ, ഏതെങ്കിലും തരത്തിൽ ഇപ്പം ഞാൻ കേരളത്തിലെ ഒരു ബിസിനസ്സുകാരനാണെന്ന് കരുതുക. ഞാൻ എൻ്റെ ഗുഡ്സ് അങ്ങ് ഗുജറാത്തിലേക്ക് കയറ്റി അയച്ചു ഒരു കപ്പലിൽ. അപ്പോൾ ഞാൻ കയറ്റി അയച്ചത് കൊച്ചിയിൽ നിന്നാണ് ഈ ഗുഡ്സ് കയറ്റി അയച്ചേക്കുന്നത്. ഗുഡ്സ് ഞാൻ എന്താണ് കൊച്ചിയിൽ നിന്ന് കയറ്റി അയച്ചു ഗുജറാത്തിലെ ഒരു കസ്റ്റമേഴ്സിന് വേണ്ടിയാണ് ഞാൻ എന്താ ഈ ഗുഡ്സ് ഇവിടുന്ന് കയറ്റി അയച്ചേക്കുന്നത്. അപ്പോൾ ഒരു കപ്പലിലെ കയറ്റി അയച്ചേക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ജേണി എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? കൊച്ചിയിൽ നിന്നാണ് ഈ പ്രോഡക്റ്റ് ഞാൻ കയറ്റി അയക്കുന്നത്. എൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? ഗുജറാത്തിലുള്ള ഒരു കസ്റ്റമറുടെ അടുത്താണ് അല്ലേ. അപ്പോൾ ഈ ഗുഡ്സ് ഇങ്ങനെ കയറ്റി അയക്കുമ്പോൾ രണ്ട് രീതിയിലുള്ള കപ്പലിൽ കൂടിയാണ് ഈ സാധനം എവിടെ എത്തുന്നത്? ഗുജറാത്തിലെത്തുന്നത്. ഞാൻ കേരളത്തിലെ കൊച്ചി എന്ന് പറയുന്ന തുറമുഖത്തു നിന്ന് എൻ്റെ ഗുഡ്സ് കയറ്റി അയച്ചു. പക്ഷേ അത് മുംബൈ ചെന്നപ്പോൾ എന്താണ്, ആ ഗുഡ്സ് ഇറക്കി എന്നിട്ട് മറ്റൊരു കപ്പലിലാണ് അത് ഗുജറാത്തിലേക്ക് കയറ്റി അയച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര പ്രാവശ്യം എന്താണ് ഗുഡ്സിന് ഗുഡ്സ് കപ്പലിലേക്ക് കയറ്റുകയും അതുപോലെ തന്നെ ഇറക്കുകയും ചെയ്തു? ഒന്ന് എവിടെ നിന്നാണ്? നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഒരു പ്രാവശ്യം ഗുഡ്സ് കയറ്റി അയച്ചു കപ്പലിൻ്റെ അകത്ത്. അത് അങ്ങ് മുംബൈ ചെന്നപ്പോൾ ഒന്ന് ഇറക്കി. വീണ്ടും അവിടെ നിന്നാണ് കയറ്റി അയച്ചു. അവിടെ നിന്ന് പിന്നെ എവിടെ ചെന്നാൽ ഇറക്കിയേ? ഗുജറാത്തിൽ ചെന്നാൽ ഇറക്കി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ബോർഡിംഗ് ഓർ ഷിപ്പിംഗ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ കാര്യത്തിലാണ് എങ്കിൽ എവിടെയാണോ ഈ ഗുഡ്സ്, എവിടെ നിന്നാണ് ഈ ഗുഡ്സ് കയറ്റി അയക്കുന്നത് അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ട്രാൻസ്പോർട്ടേഷനിൽ 3 സ്ഥലങ്ങൾ വരുന്നുണ്ട്. എവിടെയാണ്? കൊച്ചി, ഗുജറാത്ത്, മുംബൈ, അതുപോലെ തന്നെ എന്താണ് ഗുജറാത്ത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഡെസ്റ്റിനേഷനോ അല്ലായെങ്കിൽ എന്താണ് ഇടയ്ക്ക് കയറ്റി അയച്ച് മുംബൈയോ അല്ലായെങ്കിൽ എന്താണ് അല്ല പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. എവിടെ നിന്നാണ് ഈ ഗുഡ്സ് ഏറ്റവും ആദ്യം ബോർഡിങ് ചെയ്തത് അല്ലെങ്കിൽ ഷിപ്പിംഗ് ചെയ്തത് അതായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് GSTയുടെ അകത്ത് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ക്ലിയർ? ഇനി മറ്റൊരു കാര്യമാണ് ഇമ്പോർട്ടിംഗ് ഓഫ് ഗുഡ്സ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ ഞാൻ കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എന്താണ് വിദേശ രാജ്യങ്ങളിലുള്ള ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തെങ്കിൽ ആ രീതിയിലുള്ള ഗുഡ്സിനെ വിളിക്കുന്ന പേരായിരിക്കും ഇമ്പോർട്ടിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗുഡ്സിൻ്റെ കാര്യത്തിൽ പ്ലേസ് ഓഫ് സപ്ലൈ നിർണ്ണയിക്കുന്നത് ആരാണ് ഈ ഗുഡ്സ്, അല്ലെങ്കിൽ കേരളത്തിലെ ആർക്ക് വേണ്ടിയാണ് ഈ ഗുഡ്സ് വിദേശത്തെ രാജ്യത്തെ സപ്ലയർ ഇന്ത്യയിലേക്ക് സപ്ലൈ ചെയ്തേക്കുന്നത് അയാളുടെ സ്ഥലമായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ കേരളത്തിലെ കൊച്ചിയിലുള്ള ഞാൻ എന്താണ് അങ്ങ് നേപ്പാളിലുള്ള ഒരു സപ്ലയറുടെ കയ്യിൽ നിന്നാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്തേക്കുന്നത്. അയാൾ ഗുഡ്സ് കയറ്റി അയച്ചു. എങ്ങോട്ട്? കൊച്ചിയിലേക്ക് കയറ്റി അയച്ചു. റെസിപ്പിൻ്റായി എൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് എവിടെയാണ്? കൊച്ചിയാണ്. അപ്പോൾ ഏതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്? നമ്മുടെ റെസിപ്പിൻ്റെ പ്ലേസ് ആയിരിക്കും ഇമ്പോർട്ടിംഗ് ഗുഡ്സിൻ്റെ കാര്യത്തിൽ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇനി എക്സ്പോർട്ടിംഗ് ഓഫ് ഗുഡ്സിൻ്റെ കാര്യത്തിലാണ് എങ്കിൽ ആരാണോ ഈ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നത്, ഈ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത്, ആ സപ്ലൈയുടെ സ്ഥലമായിരിക്കും നോർമലി പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ. എക്സ്പോർട്ടിംഗ് ഗുഡ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കേരളത്തിലെ ഒരു ബിസിനസ്സുകാരനായ ഞാൻ എൻ്റെ ഗുഡ്സ് അങ്ങ് ശ്രീലങ്കയിലേക്ക് കയറ്റി അയച്ചു. അതിൻ്റെ അകത്ത് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത് ശ്രീലങ്കയല്ല. എവിടെ നിന്നാണോ ആരാണോ എക്സ്പോർട്ട് ചെയ്തേക്കുന്നത് ആ എക്സ്പോർട്ടറുടെ പ്ലേസ് ആയിരിക്കും എന്തായിട്ട് എടുക്കുന്നത്? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഗുഡ്സിൻ്റെ കാര്യത്തിലെ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. നമ്മൾ ഗുഡ്സിനെ തന്നെ എത്ര രീതിയിൽ തരംതിരിച്ചേക്കുന്നത് ഏകദേശം 6 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. മൂവബിൾ ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകാവുന്നത്. ഇതിൻ്റെ കാര്യത്തിൽ എത്രയാണ്? 2 രീതിയിലുള്ള കാര്യങ്ങളാണ് സംഭവിച്ചേക്കുന്നത്. ഒന്ന്, രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് എങ്കിൽ GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പാർട്ടിയാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആ പർച്ചേസ് ചെയ്യുന്ന പാർട്ടിയുടെ സ്ഥലം. ഇനി അൺരജിസ്റ്റേർഡ് പാർട്ടിയാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? സപ്ലയറുടെ സ്ഥലമായിരിക്കും GSTയുടെ അകത്ത് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യയിലെ പാർട്ടിയാണെങ്കിൽ റെസിപ്പിയൻ്റെ പ്ലേസ് ആയിരിക്കും എന്തായിട്ട് എടുക്കുന്നത്? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇനി ഇമ്മൂവബിൾ ഗുഡ്സിൻ്റെ കാര്യത്തിലാണ് എങ്കിൽ ഏത് സ്ഥലത്താണോ ആ പ്രോപ്പർട്ടി ഇരിക്കുന്നത് അതായിരിക്കും എന്താ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇൻസ്റ്റാളേഷൻ ഓർ അസംബ്ലിംഗ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കാര്യത്തിലാണ് എങ്കിൽ എവിടെ വെച്ചാണോ ആ ഗുഡ്സ് റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നത് അതായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇനി ബോർഡിംഗ് ഓർ ഷിപ്പിംഗ് ഓഫ് ഗുഡ്സിൻ്റെ കാര്യത്തിലാണ് എങ്കിൽ ഷിപ്മെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗുഡ്സ് എവിടെ നിന്നാണ് കയറ്റി അയക്കുന്ന ഫസ്റ്റ് സ്ഥലം അതായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇമ്പോർട്ടിംഗ് ഗുഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നത് ആ റെസിപ്പിയൻ്റെ പ്ലേസ് ആയിരിക്കും എന്തായിട്ട് എടുക്കുന്നത്? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. എക്സ്പോർട്ടിംഗ് ഗുഡ്സിൻ്റെ കാര്യത്തിലാണ് എങ്കിൽ ആരാണോ എക്സ്പോർട്ടർ, ഈ ഗുഡ്സ് കയറ്റി അയക്കുന്നത് ആരാണോ ആ എക്സ്പോർട്ടറുടെ ലൊക്കേഷൻ ആയിരിക്കും എന്തായിട്ട് എടുക്കുന്നത്? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്.
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ ദ കേസ് ഓഫ് സർവീസ് എന്ന് പറയുന്ന കാര്യത്തിലാണ്, അല്ലെങ്കിൽ സർവീസിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ നിർണ്ണയിക്കുന്നത്. അത് നമ്മൾ സർവീസിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് ഇമ്മൂവബിൾ സർവീസ് ഉണ്ട്, അതായത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കാത്ത സർവീസുകൾ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിടെക്ട് വർക്ക്, എഞ്ചിനീയറിംഗ് വർക്കുകൾ, ഇൻറ്റീരിയർ ഡെക്കറേഷൻ വർക്കുകൾ, ഹോട്ടൽ അക്കോമഡേഷൻ സർവീസ്. ഇതൊന്നും എന്താണ്, ഒരു സർവീസ് സ്വീകരിക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സർവീസ് അല്ല ഇത്, അല്ലേ? ഇത് എവിടെയാണോ കണ്ടക്ട് ചെയ്യുന്നത് ആ സ്ഥലത്ത് മാത്രം ഇത് ഡെലിവറി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗ് വർക്ക്, ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണമാണ് നമ്മൾ നടത്തുന്നതെന്നിരിക്കട്ടെ. അത് നടത്തുന്ന ലൊക്കേഷൻ എവിടെയോ അവിടെ പോയിട്ട് വേണം ഈ സർവീസ് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കാൻ. ആ ഒരു സർവീസ് അല്ലെങ്കിൽ ആ കെട്ടിടം പണി എന്ന് പറയുന്ന ആ സർവീസ് വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റൂ? ഇല്ല. അതുപോലെ തന്നെ ഹോട്ടൽ സർവീസ്, എനിക്ക് ഒരു ഹോട്ടലിൽ അക്കോമഡേഷൻ വേണം. ഞാൻ ഇപ്പോൾ മൂന്നാറിലുള്ള ആളായിരിക്കാം, പക്ഷേ എനിക്ക് കൊച്ചിയിലൊരു ഹോട്ടലിലാണ് വേണ്ടത്, അക്കോമഡേഷൻ വേണ്ടത്. അപ്പോൾ എനിക്ക് ആ താമസ സൗകര്യം കിട്ടുന്ന എവിടെ മാത്രമേ കിട്ടുകയുള്ളൂ, മൂന്നാർ കിട്ടില്ല. പിന്നെ എവിടെയാണോ ആ ഹോട്ടൽ ഉള്ളത്, ആ സർവീസ് എവിടെയാണോ ഡെലിവറി ചെയ്യുന്നത് ആ ഒരു സ്ഥലത്ത് മാത്രമേ അക്കോമഡേഷൻ എന്ന് പറയുന്ന സർവീസ് ആ ഹോട്ടൽ ഏതാണോ ഉള്ളത്, ഏത് ഹോട്ടലിലാണോ ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത് ആ ഹോട്ടലിൽ മാത്രമേ എനിക്ക് ലഭിക്കുകയുള്ളൂ, അല്ലേ? ഇനി അടുത്താണ് ഇൻറ്റീരിയർ ഡെക്കറേഷൻ വർക്കുകൾ. നമ്മുടെ കെട്ടിടത്തിനൊക്കെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ വർക്കുകൾ നമ്മൾ ചെയ്യാറില്ലേ? അപ്പോൾ ഇൻറ്റീരിയർ ഡെക്കറേഷൻ വർക്കുകൾ ചെയ്തു തരുന്ന വ്യക്തി ആ ബിൽഡിംഗ് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെയായിരിക്കും ആ സർവീസ് ഡെലിവറി ചെയ്യുന്നത്. അതൊരിക്കലും ഒരു സ്ഥലത്ത് നിന്ന് മാറ്റി ആ സർവീസ് ഡെലിവറി ചെയ്യേണ്ട സ്ഥലത്തു നിന്നും മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുകയില്ല. ഈ രീതിയിൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്ത സർവീസുകൾ വിളിക്കുന്ന പേരാണ് ഇമ്മൂവബിൾ സർവീസുകൾ. ഇനി ഇമ്മൂവബിൾ സർവീസിൻ്റെ കാര്യത്തിൽ പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെയാണ് തീരുമാനിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സർവീസ് സ്വീകരിക്കുന്ന വ്യക്തി ആരായിരിക്കും? അയാൾ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് എങ്കിൽ ആ രജിസ്റ്റേർഡ് പേഴ്സൻ്റെ സ്ഥലമായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ആർക്കിടെക്ട് വർക്ക് ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് വർക്ക് ആയിക്കോട്ടെ, ഇൻറ്റീരിയർ ഡെക്കറേഷൻ വർക്ക് ആയിക്കോട്ടെ, ഹോട്ടൽസ് ആയിക്കോട്ടെ, ഇതൊക്കെ സ്വീകരിക്കുന്ന വ്യക്തി ആ വ്യക്തി ഏതോ ആ വ്യക്തിയുടെ സ്ഥലമായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു ഹോട്ടൽ അക്കോമഡേഷൻ സർവീസ് വേണം. ഞാൻ മൂന്നാറുള്ളൊരു പാർട്ടിയാണ്, ഞാൻ GST രജിസ്റ്റർ ഒരു പാർട്ടിയാണ്. എനിക്ക് കൊച്ചിയിലെ ഒരു ഹോട്ടലാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് താമസ സൗകര്യത്തിനായിട്ട്. പക്ഷേ എനിക്ക് ആ ഹോട്ടലും ഉള്ളതാണ്, GST രജിസ്ട്രേഷൻ ഉള്ളത് തന്നെയാണ്. എനിക്ക് സർവീസ് എവിടെ മാത്രമേ കിട്ടുകയുള്ളൂ? മൂന്നാർ കിട്ടുമോ ആ ഹോട്ടലിലെ സർവീസ്? ഒരിക്കലുമില്ല. കൊച്ചിയിൽ വന്നാലേ കിട്ടുകയുള്ളൂ. പക്ഷേ ഈ ഒരു സർവീസ് ഡെലിവറി ചെയ്യപ്പെടുന്ന പ്ലേസ് ആയിട്ട് കാണിക്കുന്ന എവിടെയായിരിക്കും? എപ്പോഴും എൻ്റെ സ്ഥലമേതോ ആ രജിസ്റ്റേർഡ് പാർട്ടിയായി എൻ്റെ സ്ഥലമേത് അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കാണിക്കുന്നത്. മൂന്നാറായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ മൂന്നാറുള്ള റെസിപ്പിയൻറ്റിന് വേണ്ടിയാണ് ഈ ഒരു സർവീസ് ചെയ്ത് കൊടുത്തേക്കുന്നത്, GST രജിസ്റ്റർ ചെയ്യുന്ന പാർട്ടിയാണ്, സോ അയാളുടെ സ്ഥലമെന്ന് പറഞ്ഞായിരിക്കും കാണിക്കുന്നത്. ഇനി അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വർക്കുകൾ, ഞാൻ അങ്ങ് മൂന്നാർ ബിസിനസ്സുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് മൂന്നാറിലാണ് ബിസിനസ് സ്ഥാപനമൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ എനിക്ക് GST രജിസ്ട്രേഷൻ ഉണ്ട്. ഞാൻ കൊച്ചിയിൽ ഒരു ബിൽഡിംഗ് വാങ്ങി, എനിക്കതിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഞ്ചിനീയറിംഗ് വർക്കുകൾ വേണം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സർവീസിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ഈ എഞ്ചിനീയറിംഗ് സർവീസ് ഡെലിവറി ചെയ്യപ്പെടുന്ന സ്ഥലമെന്ന് പറയുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. പക്ഷേ എൻ്റെ പ്ലേസ് ഓഫ് അത് ആർക്ക് വേണ്ടിയാണ് തന്നേക്കുന്നത്? എനിക്ക് ഈ എഞ്ചിനീയറിംഗ് വർക്ക് തരുന്ന പാർട്ടിയും GST രജിസ്ട്രേഷനുള്ളതെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ GST രജിസ്ട്രേഷനുള്ള ആ എഞ്ചിനീയറിംഗ് സർവീസ് ഡെലിവറി ചെയ്യുന്ന പാർട്ടി സർവീസ് ഡെലിവറി ചെയ്യുന്നത് കൊച്ചിയിലായിരിക്കും, അല്ലെങ്കിൽ കൊച്ചിയിലാണ് എനിക്ക് എന്തിൻ്റെ ആവശ്യമുള്ളത്, ബിൽഡിംഗ് പണിയുന്നതിൻ്റെ ആവശ്യമുള്ളത്. പക്ഷേ ഇതാരാ സ്വീകരിച്ചേക്കുന്നത്? ഇതാർക്ക് വേണ്ടി സർവീസ് ഡെലിവറി ചെയ്തേക്കുന്നത്? അങ്ങ് മൂന്നാർ താമസിക്കുന്ന GST രജിസ്ട്രേഷനുള്ള എനിക്ക് വേണ്ടിയല്ലേ? അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത് എപ്പോഴും ഏതായിരിക്കും? രജിസ്റ്റേർഡ് പാർട്ടിയായി എൻ്റെ സ്ഥലമായി മൂന്നാറായിരിക്കും. ഓക്കെ, അപ്പോൾ GSTയുടെ അകത്ത് രജിസ്റ്റേർഡ് പാർട്ടിയുടെ കാര്യത്തിലാണ് എങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഇമ്മൂവബിൾ സർവീസിൻ്റെ കാര്യത്തിലാണ് എങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പാർട്ടി ഏത് സ്ഥലമാണ്, GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പാർട്ടിയാണ് ഈ രീതിയിലുള്ള സർവീസൊക്കെ സ്വീകരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആ പാർട്ടിയുടെ സ്ഥലമായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇനി ഇമ്മൂവബിൾ സർവീസ് സ്വീകരിക്കുന്നത്, അതായത് ആർക്കിടെക്ട് വർക്ക് ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് വർക്ക് ആയിക്കോട്ടെ, ഇൻറ്റീരിയർ ഡെക്കറേഷൻ വർക്ക് ആയിക്കോട്ടെ, ഹോട്ടൽസ് ആയിക്കോട്ടെ, PG ആയിക്കോട്ടെ, എനിത്തിങ്, ഈ രീതിയിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത ഇമ്മൂവബിൾ സർവീസ് സ്വീകരിക്കുന്നത് GST രജിസ്റ്റർ ചെയ്യാത്ത അൺരജിസ്റ്റേർഡ് കസ്റ്റമർ ആണെങ്കിൽ, അൺരജിസ്റ്റേർഡ് റെസിപ്പിയൻ്റ് ആണ് എങ്കിൽ
എവിടെയാണോ ഈ സർവീസ് ഡെലിവർ ചെയ്യപ്പെടുന്നത് ആ ലൊക്കേഷൻ ആയിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് വർക്ക് ആയിക്കോട്ടെ, ഇൻറ്റീരിയർ ഡെക്കറേഷൻ വർക്ക് ആയിക്കോട്ടെ, ഹോട്ടൽ അക്കോമഡേഷൻ സർവീസൊക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ സ്വീകരിക്കുന്നത് ഇങ്ങ് മൂന്നാറുള്ള ഒരു GST രജിസ്റ്റർ ചെയ്യാത്ത അൺരജിസ്റ്റേർഡ് പാർട്ടിയായ ഞാനാണ്. അപ്പോൾ എനിക്കെന്താണ് GST രജിസ്ട്രേഷൻ ഇല്ല. പക്ഷേ ഈ സർവീസുകളൊക്കെ എനിക്ക് കിട്ടുന്നത് കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹോട്ടൽ അക്കോമഡേഷൻ കിട്ടുന്നത് കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്താണ്. എനിക്കെന്താണ് ഇൻറ്റീരിയർ ഡെക്കറേഷൻ വർക്ക് ചെയ്തു തരുന്നത് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ചെയ്തു തരുന്നത് കൊച്ചിയിലുള്ള എൻ്റെ ബിൽഡിങ്ങിന് വേണ്ടിയാണ്. ആർക്കിടെക്ട് വർക്കാണെങ്കിലും ചെയ്തു തരുന്നത് കൊച്ചിയിലുള്ള എൻ്റെ ബിൽഡിങ്ങിന് വേണ്ടിയാണ്. പക്ഷേ എന്തില്ല, എനിക്ക് GST രജിസ്ട്രേഷൻ ഇല്ല. എൻ്റെ പ്ലേസ് എവിടെയാണ്, മൂന്നാറാണ്. ഈ ഒരു സന്ദർഭത്തിൽ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത് എവിടെയായിരിക്കും, എവിടെയാണോ ഈ സർവീസ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ, ആ സ്ഥലമായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. സോ ഏതായിരിക്കും സ്ഥലം എന്ന് പറയുന്നത്, കൊച്ചി ആയിരിക്കും അല്ലേ. മൂന്നാറുള്ള എനിക്ക് GST രജിസ്ട്രേഷൻ ഇല്ലാത്തത് കൊണ്ട് എവിടെ വെച്ചാണ് എനിക്ക് ഹോട്ടൽ അക്കോമഡേഷൻ സർവീസ് കിട്ടുന്നത്, കൊച്ചിയിൽ വെച്ചാണ്. സോ കൊച്ചി ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. എൻ്റെ ബിൽഡിങ്സ് ഇൻറ്റീരിയർ ഡെക്കറേഷൻ വർക്കുകൾ കണ്ടക്ട് ചെയ്യുന്നത് ഞാൻ താമസിക്കുന്നത് മൂന്നാറാണ്. പക്ഷേ ബിൽഡിംഗ് ഡെക്കറേഷൻ വർക്കുകൾ കണ്ടക്ട് ചെയ്യുന്നത് എവിടെ വെച്ചാണ്, കൊച്ചിയിൽ വെച്ചാണ്. സോ ഏതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്, ഇൻറ്റീരിയർ ഡെക്കറേഷൻ വർക്കൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ബിൽഡിംഗ് ഇരിക്കുന്ന പ്ലേസ് കൊച്ചിയിലായതുകൊണ്ട് അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇത് സെയിം രീതി തന്നെയാണ് ആർക്കിടെക്ട് വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി, എഞ്ചിനീയർ വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി. ആ സർവീസുകൾ സ്വീകരിക്കുന്നത് GST രജിസ്റ്റർ ചെയ്യാത്ത ഒരു അൺരജിസ്റ്റേർഡ് പാർട്ടിയാണ് എങ്കിൽ എവിടെയാണോ ആ സർവീസ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണോ ആ സർവീസ് നൽകപ്പെടുന്നത് ആ ലൊക്കേഷൻ ആയിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇമ്മൂവബിൾ സർവീസിൻ്റെ കാര്യത്തിൽ പ്ലേസ് ഓഫ് സപ്ലൈ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. മൂവബിൾ സർവീസ്, അതായത് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സർവീസിനെ വിളിക്കുന്ന പേരാണ് മൂവബിൾ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, മൂവബിൾ സർവീസിൻ്റെ കാര്യത്തിൽ ഒറ്റയ്ക്ക് ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. മൂവബിൾ സർവീസിന് ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ്, കേറ്ററിംഗ് സർവീസുകൾ, പേഴ്സണൽ ഗ്രൂമിംഗ്, ഫിറ്റ്നസ്, ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്, ഹെൽത്ത് സർവീസുകൾ, അതുപോലെ തന്നെ എന്താണ് ബ്യൂട്ടീഷ്യൻ സർവീസുകൾ ഇല്ലേ. ഈ രീതിയിലൊക്കെ ഉള്ള സർവീസുകളെയാണ് പ്രധാനമായിട്ടും മൂവബിൾ സർവീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കേറ്ററിംഗ് സർവീസ്, ചിലപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണം GST രജിസ്റ്റർ ചെയ്തിരുന്ന ഒരു പാർട്ടിയാണ്. അയാളുടെ കല്യാണം നടക്കുന്നത് അടിമാലിലാണ്. ബുക്ക് ചെയ്തിരിക്കുന്നത് കോതങ്ങളത്തുള്ള ഏതെങ്കിലും ഒരു കേറ്ററിംഗ് സർവീസുകാരിയായിരിക്കും. അവരവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ആ ഫുഡ് മൊത്തം എന്താണ് ഡെലിവർ ചെയ്യപ്പെടുന്നത് അടിമാലിലുള്ള സ്ഥലത്തായിരിക്കില്ലേ. ഇനി അതുപോലെ തന്നെ എന്താണ് മെഡിക്കൽ സർവീസ്. ഇപ്പോൾ നമ്മൾ പറയുകയാണ് എന്താണ് പറയുന്നത്, ഇപ്പോൾ GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടി, അയാൾ താമസിക്കുന്ന മൂന്നാറാണ്. അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു റോഡ് ആക്സിഡൻറ്റ് സംഭവിച്ചു. അപ്പോൾ കൊച്ചിയിലുള്ള ഏതെങ്കിലും ലക്ഷറോ അല്ലെങ്കിൽ എന്താണ് രാജഗിരിയോ അവിടെയുള്ള ഒരു ആംബുലൻസ് അവിടെയുള്ള ഒരു ഡോക്ടർ എന്താണ് ഓടി വന്ന് മെഡിക്കൽ സർവീസ് തന്നു എന്ന് സങ്കല്പിക്കുക നിങ്ങൾ. അപ്പോൾ എവിടെയാണോ ഈ സർവീസ് കിട്ടുന്നത് ആ സ്ഥലമായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. മൂവബിൾ സർവീസിൻ്റെ കാര്യത്തിലാണ് എങ്കിൽ ഏത് സ്ഥലത്താണോ ഈ സർവീസ് ഡെലിവർ ചെയ്യപ്പെടുന്നത് ആ സ്ഥലമായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, മൂവബിൾ സർവീസായിട്ട് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കേറ്ററിംഗ് സർവീസ് എവിടെയാണ് ഡെലിവർ ചെയ്യപ്പെട്ടത് ആ സ്ഥലമായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇതുപോലെ തന്നെ മെഡിക്കൽ സർവീസ് എവിടെയാണ് ഡെലിവർ ചെയ്യപ്പെട്ടത് അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇനി ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടീഷ്യൻ സർവീസുകൾ. ഇപ്പം നമ്മൾ കല്യാണത്തിനൊക്കെ എന്താണ് ബ്യൂട്ടീഷ്യൻ സർവീസുകൾ സ്വീകരിക്കാറുണ്ട്. GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എന്താണ് GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ മോളുടെ കല്യാണം നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, അയാൾ എന്താണ് ഒരു ബ്യൂട്ടീഷ്യൻ സർവീസ് ബുക്ക് ചെയ്തു. കല്യാണം നടക്കുന്നത് ഇങ്ങ് കൊച്ചിയിലും ബ്യൂട്ടീഷ്യൻ സർവീസ് ബുക്ക് ചെയ്ത് അങ്ങ് കണ്ണൂരിൽ നിന്നാണെന്ന് കരുതുക. ഓക്കെ, രണ്ടുപേർക്കും GST രജിസ്ട്രേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ സർവീസ് അവിടെ നിന്ന് എന്താണ് ഈ ബ്യൂട്ടീഷ്യന്മാർ വന്ന് കൊച്ചിയിലുള്ള ആ പാവമോളെ ഒരിക്കൽ നല്ല സുന്ദരിയെ കുട്ടപ്പനാക്കി മാറ്റി. അങ്ങനെ അവരെന്ത് ചെയ്തു, ബ്യൂട്ടീഷ്യൻ സർവീസ് ഡെലിവർ ചെയ്ത സ്ഥലം എവിടെ ഈ ബ്യൂട്ടീഷ്യൻ സർവീസ് സപ്ലൈ ചെയ്ത പാർട്ടി എവിടെയുള്ളതാണ്, കണ്ണൂരുള്ളതാണ്. അവർക്കും GST രജിസ്ട്രേഷൻ ഉണ്ട്, സ്വീകരിച്ച ആൾക്കും GST രജിസ്ട്രേഷൻ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. പക്ഷേ GST രജിസ്ട്രേഷൻ ഇല്ല എങ്കിലും എന്താണ് ഈ സർവീസ് എവിടെയാണോ ഡെലിവർ ചെയ്യപ്പെട്ടത് ആ സ്ഥലമായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, എപ്പോഴും ഒരു പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ മൂവബിൾ സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുന്ന സർവീസാണ് മൂവബിൾ സർവീസ് എന്ന് പറയുന്നത്. അതിൻ്റെ കാര്യത്തിൽ എന്താണ് സർവീസ് എവിടെയാണ് ഡെലിവർ ചെയ്യുന്നത് അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് എംപ്ലോയി ട്രെയിനിങ് എന്ന് പറയുന്ന കാര്യം. അല്ലെങ്കിൽ ട്രെയിനിങ് സർവീസുകൾ, എൻ്റർടൈൻമെൻറ്റ് സർവീസുകൾ, കൾച്ചറൽ ഇവൻറ്റ് പ്രോഗ്രാം, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്, പാസഞ്ചേഴ്സ്,
ഈ രീതിയിലുള്ള സർവീസൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെ ഡിസൈഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് നമുക്ക് ഓരോന്ന് നോക്കാം. എംപ്ലോയി ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ്, ഞാൻ വലിയൊരു ബിസിനസ് സ്ഥാപനം നടത്തുന്നുണ്ട്. എനിക്ക് എൻ്റെ കമ്പനിയിൽ ഞാൻ വലിയൊരു ബിസിനസ് സ്ഥാപനമാണ് നടത്തുന്നത്. അപ്പോൾ എൻ്റെ കമ്പനിയിൽ ഞാൻ എന്താണ് ഒരു അക്കൗണ്ടിനെ അപ്പോയിൻമെൻറ്റ് ചെയ്തു. അയാൾക്ക് എന്താണ് GST പറ്റിയോ അല്ലെങ്കിൽ എന്താണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളെ പറ്റിയോ വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താണ് ഇയാളെ വേറൊരു ബിസിനസ്സുകാരൻ്റെ GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് എന്താണ് ട്രെയിനിങ്ങിന് വേണ്ടി ഇരുത്തി. അപ്പോൾ എനിക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിലേക്ക് കിട്ടുന്നത് എന്താണ്, ഒരു എംപ്ലോയി ട്രെയിനിങ് സർവീസാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്കും GST രജിസ്ട്രേഷൻ ഉണ്ട്, അയാൾക്കും GST രജിസ്ട്രേഷൻ ഉണ്ട്. GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പാർട്ടിയാണ് ഞാനെങ്കിൽ എൻ്റെ സ്ഥലമായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇനി എനിക്ക് ഞാൻ ബിസിനസ്സുകാരനൊക്കെ തന്നെ, പക്ഷേ എനിക്ക് GST രജിസ്ട്രേഷൻ ഇല്ല. എൻ്റെ എംപ്ലോയിക്ക് ട്രെയിനിങ് സർവീസിന് വേണ്ടി ഞാൻ എന്താണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ട്രെയിനിങ് സെൻറ്ററിൽ നിന്നുണ്ട് GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എവിടെ വെച്ചാണോ ഈ ഒരു സർവീസ് എനിക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ എൻ്റെ എംപ്ലോയിക്ക് കിട്ടുന്നത്, അതായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എംപ്ലോയി ട്രെയിനിങ് ആയിക്കോട്ടെ, ട്രെയിനിങ് സർവീസുകളായിക്കോട്ടെ, എൻ്റർടൈൻമെൻറ്റ് സർവീസ് ആയിക്കോട്ടെ, അതായത് നമ്മൾ എന്താണ് അമ്യൂസ്മെൻറ്റ് പാർക്ക് മുതലായ കാര്യങ്ങളൊക്കെ ഇല്ലേ, പിന്നെ കൾച്ചർ ഇവൻറ്റ് പ്രോഗ്രാംസ്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്താണ് ഗുഡ്സ് കയറ്റി അയക്കുന്ന കാര്യമായിക്കോട്ടെ, അതിപ്പോൾ പാസഞ്ചേഴ്സും ആയിക്കോട്ടെ. ഈ രീതിയിലുള്ള സർവീസ് സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും കാര്യത്തിൽ രജിസ്റ്റേർഡ് പാർട്ടിയാണോ ഈ സർവീസ് സ്വീകരിക്കുന്നത് അതോ അൺരജിസ്റ്റേർഡ് പാർട്ടിയാണോ ഈ സർവീസ് സ്വീകരിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമ്മൾ നോക്കുന്നു. രജിസ്റ്റേർഡ് പാർട്ടിയാണ് ഈ രീതിയിലുള്ള സർവീസുകൾ സ്വീകരിക്കുന്നതെങ്കിൽ റെസിപ്പിയൻ്റ് ആരാണോ ഈ സർവീസ് സ്വീകരിക്കുന്നത് ആ രജിസ്റ്റേർഡ് പാർട്ടിയുടെ സ്ഥലമായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇനി അൺരജിസ്റ്റേർഡ് പാർട്ടിയാണ് ഈ രീതിയിലുള്ള സർവീസുകൾ സ്വീകരിക്കുന്നത്. എംപ്ലോയി ട്രെയിനിങ് സർവീസ് ആയിക്കോട്ടെ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആയിക്കോട്ടെ, പാസഞ്ചേഴ്സ് ആയിക്കോട്ടെ, കൾച്ചർ ഇവൻറ്റ് പ്രോഗ്രാം ആയിക്കോട്ടെ, എൻ്റർടൈൻമെൻറ്റ് സർവീസ് ആയിക്കോട്ടെ, ഈ രീതിയിലുള്ള ഏത് സർവീസ് സ്വീകരിക്കുന്നതും അൺരജിസ്റ്റേർഡ് പാർട്ടിയാണ് എങ്കിൽ ഈ സർവീസ് ആരാണോ സപ്ലൈ ചെയ്യുന്നത് അല്ല എങ്കിൽ ഈ സർവീസ് ആരാണോ ഡെലിവർ ചെയ്യുന്നത് ആ പാർട്ടിയുടെ സ്ഥലമായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് സർവീസ്, ഞാൻ GST രജിസ്റ്റർ ചെയ്യാത്തൊരു പാർട്ടിയാണ്. ഞാൻ എന്താണ് ഞാൻ ഒരു എൻ്റർടൈൻമെൻറ്റ് സർവീസിന് വേണ്ടി ഞാൻ എന്താണ് ഒരു വീഗാലാൻഡിൽ പോയി. വീഗാലാൻഡ് എന്ന് പറയുന്ന എൻ്റർടൈൻമെൻറ്റ് സർവീസ് സപ്ലൈ ചെയ്യുന്ന പാർട്ടിക്ക് എന്തുണ്ട്, GST രജിസ്ട്രേഷൻ ഉണ്ട്. എനിക്കെന്തില്ല, GST രജിസ്ട്രേഷൻ ഇല്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത് ആരായിരിക്കും, ഈ എൻ്റർടൈൻമെൻറ്റ് സർവീസ് ആരാണോ എനിക്ക് തരുന്നത് ആ പാർട്ടിയുടെ സ്ഥലമായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. കാരണം ഞാൻ എന്താണ് അൺരജിസ്റ്റേർഡ് പാർട്ടിയാണ്. എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് മൂന്നാർ എന്ന് സങ്കല്പിക്കുക. ഈ എൻ്റർടൈൻമെൻറ്റ് സർവീസ് സപ്ലൈ ചെയ്യുന്നത് പാർട്ടിയുടെ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ കൊച്ചിയിലാണ് അല്ലേ. അപ്പോൾ ഏതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് വരുന്നത്, കൊച്ചി ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് വരുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ്, അതായത് നമുക്കൊക്കെ അറിയാം ഒരു സ്ഥലത്തു നിന്ന് ഗുഡ്സോ അല്ലെങ്കിൽ ഒരു പാസഞ്ചേഴ്സോ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി എപ്പോഴും ആശ്രയിക്കുന്നത് എന്തായിരിക്കും, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സർവീസിനായിരിക്കും. ഒരു പാർട്ടി എന്താണ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഗുഡ്സ് ആയിക്കോട്ടെ അതുപോലെ തന്നെ പാസഞ്ചേഴ്സ് ആയിക്കോട്ടെ ഡിപ്പെൻഡ് ചെയ്യുന്ന എപ്പോഴും ട്രാൻസ്പോർട്ടേഷൻ സർവീസിനെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് സ്വീകരിക്കുന്നത് രജിസ്റ്റേർഡ് പാർട്ടിയാണ് എങ്കിൽ ആ രജിസ്റ്റേർഡ് പാർട്ടിയുടെ സ്ഥലമായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ GST രജിസ്റ്റർ ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനാണ്. എൻ്റെ ഗുഡ്സ് മൂന്നാറിൽ നിന്നും അങ്ങ് ഗുജറാത്തിലേക്ക് കയറ്റി അയക്കണം. ഞാൻ അതിനു വേണ്ടി ഒരു ട്രാൻസ്പോർട്ടേഷൻ കമ്പനി ആശ്രയിച്ചു. കൊച്ചിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയാണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്. സോ മൂന്നാറിലുള്ള ഞാൻ GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് തന്നെ എന്താണ് എൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത് ഏതായിരിക്കും, ഈ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ഡെലിവർ ചെയ്തിരിക്കുന്ന പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത് മൂന്നാറുള്ള എൻ്റെ സ്ഥലമായിരിക്കും. ഓക്കെ. ഇനി അൺഫോർച്യുനേറ്റ്ലി ഞാൻ അൺരജിസ്റ്റേർഡ് പാർട്ടി എന്നിരിക്കട്ടെ, GST രജിസ്റ്റർ ചെയ്യാത്തൊരു അൺരജിസ്റ്റേർഡ് പാർട്ടിയാണ്. മൂന്നാറുള്ള ഞാൻ എൻ്റെ ഗുഡ്സ് എന്താണ് അല്ലെങ്കിൽ എനിക്ക് യാത്ര ചെയ്യാനായിക്കോട്ടെ എന്താണ് ഞാൻ ഗുജറാത്തിലേക്ക് എൻ്റെ ഗുഡ്സോ അല്ലെങ്കിൽ എനിക്ക് യാത്ര ചെയ്യണം. ഞാൻ അതിനെ ആശ്രയിക്കുന്നത് കൊച്ചിയിലുള്ള ഏതെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയാണ് എങ്കിൽ അവർക്ക് GST രജിസ്ട്രേഷൻ ഉണ്ട് എങ്കിൽ ആരാണോ ഈ സർവീസ് ഡെലിവർ ചെയ്യുന്നത് അയാളുടെ സ്ഥലമായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ മൂന്നാറിലുള്ള ഞാൻ എന്താണ് ഗുജറാത്തിലേക്ക് എൻ്റെ ഗുഡ്സ് കയറ്റി അയക്കാനോ അല്ലെങ്കിൽ എൻ്റെ യാത്രയ്ക്ക് വേണ്ടി കൊച്ചിയിലുള്ള ഒരു പാർട്ടിയല്ലേ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സർവീസ് ഡെലിവർ ചെയ്യുന്ന ആരാണ്, കൊച്ചിയിലുള്ള പാർട്ടിയല്ലേ. അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ ആരായിരിക്കും,
കൊച്ചി ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും ശരി, എംപ്ലോയി ട്രെയിനിങ് സർവീസ് ആയിക്കോട്ടെ, ട്രെയിനിങ് സർവീസ് ആയിക്കോട്ടെ, എൻ്റർടൈൻമെൻറ്റ് സർവീസ് ആയിക്കോട്ടെ, കൾച്ചറൽ ഇവൻറ്റ് പ്രോഗ്രാം, ട്രാൻസ്പോർട്ടേഷൻ ഗുഡ്സ് സർവീസ്, നമ്മൾ പാർട്ടി ടൈപ്പ് നോക്കുന്നു. ഇത് സ്വീകരിക്കുന്ന പാർട്ടി ആര്? ഇത് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ റെസിപ്പിയൻ്റ് സ്ഥലം, ആ രജിസ്റ്റേർഡ് പാർട്ടിയുടെ സ്ഥലം. അൺരജിസ്റ്റേർഡ് പാർട്ടിയാണ് സർവീസ് സ്വീകരിക്കുന്നതെങ്കിൽ, ഈ രീതിയിലുള്ള സർവീസ് സ്വീകരിക്കുന്നതെങ്കിൽ അയാളുടെ സ്ഥലമായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അൺരജിസ്റ്റേർഡ് പാർട്ടി ആണെങ്കിൽ അൺരജിസ്റ്റേർഡ് പാർട്ടി ആണെങ്കിൽ ആരാണോ ഈ സർവീസ് ഡെലിവർ ചെയ്യുന്നത് ആ പാർട്ടിയുടെ സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ സപ്ലൈയുടെ സ്ഥലമായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ്. ഓക്കെ, അതായത് നമുക്കൊക്കെ അറിയാം ടെലികമ്മ്യൂണിക്കേഷൻ സർവീസുകൾ. ടെലികമ്മ്യൂണിക്കേഷൻ സർവീസിൻ്റെ കാര്യത്തിലാണ് എങ്കിൽ 3 രീതിയിലുള്ള കണ്ടീഷനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ പ്രീപെയ്ഡ് സർവീസ്, പോസ്റ്റ് പെയ്ഡ് സർവീസ്, ഇൻസ്റ്റാളേഷൻ ഓഫ് സർവീസ്. അതായത് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസുകൾ പല രീതിയിലുണ്ട്. ഒന്ന് പ്രീപെയ്ഡ് സർവീസ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പ്രീപെയ്ഡ് സർവീസിന് ബെസ്റ്റ് ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ സർവീസ്, ഇൻ്റർനെറ്റ് റീചാർജ് ചെയ്യുന്നത്, ആ രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെയാണ് പ്രീപെയ്ഡ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് എന്ന് പറയുന്നത്. ഉദാഹരണം സൺ ഡയറക്റ്റ് റീചാർജ് ചെയ്യുന്നത്, ഇതൊക്കെ എന്താണ്, നമ്മൾ കേബിൾ റീചാർജ് ചെയ്യുന്നത്, ഡിഷൊക്കെ നമ്മൾ മുൻകൂട്ടി റീചാർജ് ചെയ്യാറില്ലേ? ഈ ഒരു സന്ദർഭത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് സ്വീകരിക്കുന്നു, അതിനുള്ള പൈസ നമ്മൾ മുൻകൂട്ടി ആണ് കൊടുക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള സർവീസുകൾ വിളിക്കുന്ന പേരാണ് പ്രീപെയ്ഡ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിയാണ്. എൻ്റെ വീട്ടിലെ TV സൺ ഡയറക്റ്റ് എന്ന് പറയുന്ന ഒരു ഡിഷ് നെറ്റ്വർക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതെന്ത് ചെയ്യണം, എനിക്ക് മുൻകൂട്ടി റീചാർജ് ചെയ്യണം. ഓക്കെ, റീചാർജ് ചെയ്യണമെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു GST രജിസ്ട്രേഷനുള്ള കടയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയിൽ ചെന്നിട്ടാണ് എൻ്റെ സൺ ഡയറക്റ്റിൻ്റെ നമ്പർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ കണക്ഷൻ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു സർവീസ് റീചാർജ് ചെയ്യുന്നത് അല്ലേ. അല്ലെങ്കിൽ എനിക്ക് ഒരു മൊബൈൽ ഫോണുണ്ട്, അത് പ്രീപെയ്ഡ് സിമ്മാണ്. ഞാൻ മൊബൈൽ ഫോണിൽ പൈസ കയറ്റാൻ വേണ്ടി ഞാൻ എവിടെ ചെല്ലുന്നു, ഞാൻ മൂന്നാറുള്ള കൊച്ചിയിൽ വന്നപ്പോഴാണ് എൻ്റെ മൊബൈൽ ഫോണിൽ പൈസ തീർന്നു പോയത്. ഞാൻ കൊച്ചിയിലെ ഏതെങ്കിലും മൊബൈൽ കടയിൽ ചെല്ലുന്നു, റീചാർജ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു പ്രീപെയ്ഡ് സർവീസ് കിട്ടിയത് എവിടെ വെച്ചാണ്, കൊച്ചിയിൽ വെച്ചാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചായിരിക്കും കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ പ്രീപെയ്ഡ് സർവീസ് എവിടെ വെച്ചാണോ ലഭിക്കുന്നത്, അത് രജിസ്റ്റേർഡ് പാർട്ടി അൺരജിസ്റ്റേർഡ് പാർട്ടി എന്നൊന്നുമില്ല, ഏത് സർവീസ് സ്ഥലത്ത് വെച്ചാണ് ഈ രീതിയിലുള്ള പ്രീപെയ്ഡ് സർവീസ് കിട്ടുന്നത് ആ സ്ഥലമായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. പ്രീപെയ്ഡ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസിൻ്റെ കാര്യത്തിലാണ് എങ്കിൽ എവിടെ വെച്ചാണോ നമ്മൾ ഈ പ്രീപെയ്ഡ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് നമുക്ക് കിട്ടുന്നത് ആ കിട്ടുന്ന സ്ഥലമായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. മൂന്നാറുള്ള ഞാൻ എറണാകുളത്ത് വന്നപ്പോഴാണ് പൈസ തീർന്നറിഞ്ഞ് തൊട്ടടുത്തൊരു മൊബൈൽ കടയിൽ കയറി ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫോൺ റീചാർജ് ചെയ്തു. അപ്പോൾ എനിക്ക് ഈ ഒരു സർവീസ് കിട്ടിയത് എവിടെ നിന്നാണ്, സർവീസ് കിട്ടിയത് എറണാകുളത്ത് നിന്നാണ്. അപ്പോൾ എറണാകുളത്തുള്ള ആ ഷോപ്പിൽ നിന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ എൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്ന ഏതായിരിക്കും, എൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത് കൊച്ചിയിലുള്ള ആ മൊബൈൽ കടയായിരിക്കും. കാരണം അവിടെ വെച്ചാണ് എനിക്ക് എന്ത് കിട്ടിയേക്കുന്നത്, ഈ പ്രീപെയ്ഡ് മൊബൈൽ റീചാർജിങ് സർവീസ് കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇനി പോസ്റ്റ് പെയ്ഡ് സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ലാൻഡ് ഫോൺ അല്ലേ. ഇപ്പോൾ പഴയ ലാൻഡ് ഫോൺ നമ്മൾ സർവീസ് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനുള്ള ക്യാഷ് കൊടുക്കുന്നത്. ആ രീതിയിലുള്ള ടെലികമ്മ്യൂണിക്കേഷൻ സർവീസാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ ഇപ്പോൾ കേരളത്തിലുള്ള ഇപ്പോൾ മൂന്നാറുള്ള ഞാൻ എനിക്ക് ഒരു ഇൻ്റർനെറ്റ് സേവനം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇൻ്റർനെറ്റ് സേവനം നൽകുന്നത് അങ്ങ് കൊച്ചിയിലുള്ള ഒരു ഐഡിയ നെറ്റ്വർക്കാണ്. അപ്പോൾ ഞാൻ അവരിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, എനിക്ക് അവരുടെ കണക്ഷനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാ മാസവും എനിക്ക് സേവനം കിട്ടിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, എല്ലാ മാസവും ഇവർക്ക് എന്ത് ചെയ്യും, കിട്ടിയ സേവനം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പൈസ അടയ്ക്കും. ഇൻ്റർനെറ്റ് ഞാൻ ഉപയോഗിച്ചതിന് ശേഷം അതിന് പൈസ അടയ്ക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത് മാസം എനിക്ക് കൊച്ചിയിൽ നിന്ന് ഇന്ന അഡ്രസ്സിൽ പൈസ വേണമെന്ന് പറഞ്ഞുകൊണ്ടൊരു ബില്ലയക്കും. ഓക്കെ, ആ ബില്ല് മെൻഷൻ ചെയ്തിരിക്കുന്ന അഡ്രസ്സ് ആരുടെ ഇതായിരിക്കും, എൻ്റെ ആയിരിക്കും.
മൂന്നാറിലെ എൻ്റെ അഡ്രസ്സിലേക്കായിരിക്കും അവരെന്താ അയക്കുന്നത്, ഈ ഇൻവോയ്സ് അയക്കുന്നത്, ഇന്ന പൈസ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അപ്പോൾ പോസ്റ്റ് പെയ്ഡ് സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ബില്ലിംഗ് അഡ്രസ്സ് ആയിരിക്കും, റെസിപ്പിയൻ്റെ ബില്ലിംഗ് അഡ്രസ്സ് ആയിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇപ്പം നമ്മൾ എന്താണ് മൊബൈൽ ഫോണൊക്കെ പോസ്റ്റ് പെയ്ഡ് സിം ഉണ്ടല്ലോ, മൊബൈൽ ഫോണിനൊക്കെ പോസ്റ്റ് പെയ്ഡ് സിമ്മിൻ്റെ കാര്യം എങ്ങനെയാണ്, നമ്മൾ വിളിക്കുന്നു, ആവശ്യത്തിന് വിളിക്കുന്നു, അതിനുശേഷം എന്താണ് ഇത് ഇതിന് ശേഷം എന്താണ് അതാത് നെറ്റ്വർക്കുകാരെന്താണ് നമ്മുടെ അഡ്രസ്സിലേക്ക് എന്ത് ചെയ്യുന്നു, അതിനായ ബില്ല് അയച്ചു തരുന്നു അല്ലേ. അപ്പോൾ പോസ്റ്റ് പെയ്ഡ് സർവീസിൻ്റെ ഒക്കെ കാര്യത്തിൽ ബില്ലിംഗ് അഡ്രസ് ഓഫ് റിസീപ്പിയൻ്റ് ആയിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു സർവീസാണ് ഇൻസ്റ്റാളേഷൻ സർവീസ് എന്ന് പറയുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻ സർവീസിൽ ഇൻസ്റ്റാളേഷൻ ഓഫ് സർവീസ് എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വീട്ടിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് കരുതുക. അതിന് ആവശ്യമായിട്ടുള്ള മോഡം ഞാൻ വാങ്ങിയിരിക്കുന്നത് അങ്ങ് കൊച്ചിയിൽ നിന്നാണ്. അതിന് വേണ്ടിയിട്ടുള്ള നെറ്റ്വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ നെറ്റ് കണക്ഷൻ എടുത്തിരിക്കുന്നത് അങ്ങ് കോതംകുളത്തുള്ള ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്നാണ്. എൻ്റെ വീടിരിക്കുന്നത് മൂന്നാറാണ്. അപ്പോൾ ഇവരെന്താണ് ഈ മോഡം ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന എവിടെ വെച്ചായിരിക്കും, കൊച്ചിയിലുള്ള പാർട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന മോഡം. അതുപോലെ തന്നെ എന്താണ് ഇൻ്റർനെറ്റ് സേവനം നൽകുന്ന പാർട്ടീസ് വരുന്നത് കോതംകുളത്ത് നിന്ന്. ഈ പാർട്ടീസ് എല്ലാം കൂടി വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന്, മൂന്നാറിൽ എൻ്റെ വീട്ടിൽ വന്നാണ് ഈ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ്, ഇൻ്റർനെറ്റ് കണക്ഷൻ എന്ന് പറയുന്ന ഒരു ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു ഫൈനൽ സർവീസ് ഫോമിലേക്കാക്കി എൻ്റെ കൈകളിലേക്ക് തരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എവിടെയാണോ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണോ ഈ ഇൻസ്റ്റാളേഷൻ സർവീസ് കണ്ടക്ട് ചെയ്യുന്നത് അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ DTH ഒക്കെ സൺ ഡയറക്റ്റൊക്കെ വാങ്ങാറില്ലേ, ചിലപ്പോൾ സൺ ഡയറക്റ്റൊക്കെ എന്താണ് ലുലു മാളിൽ നമുക്ക് എന്താണ് ഓഫറിൽ കിട്ടും. അപ്പോൾ സൺ ഡയറക്റ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളുടെ വീട്ടിലേക്ക് വേണ്ട കേബിൾ കണക്ഷന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് സർവീസ് തരുന്ന പാർട്ടി മറ്റൊരു സ്ഥലത്തു നിന്ന്, അതായത് വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്ന സൺ ഡയറക്റ്റ് എന്താണ് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്കെന്താണ് ചാനൽ കിട്ടുന്ന രീതിയിലേക്ക് അവർ ആക്കി മാറ്റി തരും അല്ലേ. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ഇതൊരു ഫിനിഷ്ഡ് രൂപത്തിൽ ഈ സർവീസിനാക്കി മാറ്റുന്നത് ഏത് സ്ഥലത്താണോ ആ സ്ഥലമായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസിൻ്റെ കാര്യത്തിൽ 3 രീതിയിലുള്ള ഓപ്ഷനാണുള്ളത്. പ്രീപെയ്ഡ് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് സർവീസ് കിട്ടുന്നതിന് മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പൈസ കൊടുക്കുന്നു. അപ്പോൾ ആ പ്രീപെയ്ഡ് സർവീസ് എവിടെ നിന്നാണോ, ഏത് പാർട്ടിയാണോ നമുക്ക് ഡെലിവറി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിൽ നിന്നാണോ നമുക്കത് കിട്ടുന്നത്, ആ പാർട്ടിയുടെ സ്ഥലമായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇനി പോസ്റ്റ് പെയ്ഡ് സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ സർവീസ് കിട്ടിയതിന് ശേഷം എന്താണ് നമ്മൾ പൈസ അടയ്ക്കുന്നു. ഈ ഒരു കാര്യത്തിൽ ആരാണോ ഈ സർവീസ് ഡെലിവറി ചെയ്യുന്നത് അയാൾ ഈ സർവീസ് സ്വീകരിച്ചിരിക്കുന്ന പാർട്ടിക്ക് ബില്ലയക്കും. ആ ബില്ലിംഗ് അഡ്രസ്സ് ആയിരിക്കും ആ പാർട്ടിയുടെ ബില്ലിംഗ് അഡ്രസ്സ്, സർവീസ് സ്വീകരിച്ചിരിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ ബില്ലിംഗ് അഡ്രസ്സ് ആയിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇനി ഇൻസ്റ്റാളേഷൻ സർവീസിൻ്റെ കാര്യത്തിലാണ് എങ്കിൽ ഇനി സർവീസ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സും ഒക്കെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നായിരിക്കാം. പക്ഷേ ഈ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് എവിടെ വെച്ചാണ് അത് പൂർണ്ണ രൂപത്തിൽ അതിൻ്റെ കസ്റ്റമേഴ്സിന് കിട്ടുന്നത്, ആ സ്ഥലമായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇതാണ് ഇൻസ്റ്റാളേഷൻ സർവീസിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഇനി മറ്റൊരു സർവീസാണ് ബാങ്കിങ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ബാങ്കിങ് സർവീസ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സർവീസ്. ഇപ്പോൾ ബാങ്കിങ് സർവീസ് 2 രീതിയിലുള്ള പാർട്ടീസാണ് കൊടുക്കുന്നത്. ഒന്ന് അക്കൗണ്ട് ഹോൾഡർക്കും പിന്നെ നോൺ അക്കൗണ്ട് ഹോൾഡർക്കും. ഈ രീതിയിലാണ് ബാങ്കിങ് സർവീസിൻ്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സർവീസിൻ്റെ കാര്യത്തിൽ പ്ലേസ് ഓഫ് സപ്ലൈ തീരുമാനിക്കുന്നത്. ഇപ്പോൾ എനിക്ക് SBI ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്ന് കരുതുക. എനിക്ക് ബാങ്കിൽ പോയിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു സർവീസ് കിട്ടിയെന്നിരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത് എനിക്ക് SBI ബാങ്കിൽ അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ആ അക്കൗണ്ട് ചേരുന്ന സമയത്ത് ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ടാകും, എൻ്റെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഒരു ബാങ്കിലോ അല്ലെങ്കിൽ ഏത് തരത്തിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മെമ്പറായിട്ടുള്ള ആളോ അല്ലെങ്കിൽ അക്കൗണ്ട് ഹോൾഡർ ആണ് എങ്കിൽ അയാളുടെ അക്കൗണ്ട് ഹോൾഡറുടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മെമ്പറായിട്ടിരിക്കുന്ന ആളുടെ അഡ്രസ്സ് ആയിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്.
എന്നാൽ ബാങ്ക് സർവീസുകളോ അല്ലെങ്കിൽ ഏത് തരത്തിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സർവീസുകളോ നമ്മൾ സ്വീകരിക്കുന്നത് നോൺ അക്കൗണ്ട് ഹോൾഡർ ആണ് എങ്കിൽ എന്താണ് ബാങ്കിൻ്റെ അഡ്രസ്സായിരിക്കും. ഏത് ബാങ്കിൽ നിന്നാണോ ഈ അക്കൗണ്ട് ഹോൾഡർ നോൺ അക്കൗണ്ട് ഹോൾഡർക്ക് സർവീസ് കിട്ടുന്നത് ആ ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ അഡ്രസ്സായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ സപ്ലൈ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, MG യൂണിവേഴ്സിറ്റി പോയിട്ട് നമ്മൾ ചെല്ലാൻ പൂരിപ്പിച്ച് കൊടുക്കും ഇല്ലേ. ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് എന്താണ് ഒരു BComനോ അല്ലെങ്കിൽ MComനോ അല്ലെങ്കിൽ എന്താണ് BEdനോ എന്തെങ്കിലും ഒരു സപ്ലൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ സങ്കല്പിക്കുക. എനിക്ക് അക്കൗണ്ടുള്ളത് SBI ബാങ്കിലാണ്. പക്ഷേ ഞാൻ എന്താണ് MG യൂണിവേഴ്സിറ്റി ചെന്നിട്ട് സപ്ലൈയുടെ ഫീസ് അടയ്ക്കാൻ ചെന്നപ്പോൾ അവർ തന്നത് ആക്സിസ് ബാങ്കിൻ്റെ ചെല്ലാനാണ് തന്നേക്കുന്നത്. പക്ഷേ എന്തില്ല, എനിക്ക് ആക്സിസ് ബാങ്കിൽ അക്കൗണ്ട് ഇല്ല. പക്ഷേ എന്താണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചെല്ലാൻ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് MG യൂണിവേഴ്സിറ്റിയുടെ ഫീസ് അടയ്ക്കാൻ പറ്റും. അതിന് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല നമുക്ക് അല്ലേ. അപ്പോൾ മൂന്നാറുള്ള ഞാൻ എന്താണ് അങ്ങ് MG യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന കോട്ടയത്ത് ചെന്ന് അവിടുത്തെ ആക്സിസ് ബാങ്കിൻ്റെ സർവീസാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്ന ഏതായിരിക്കും, മൂന്നാറിലെ എൻ്റെ സ്ഥലമായിരിക്കില്ല. പിന്നെയോ ആക്സിസ് ബാങ്ക് എവിടെയാണോ ഇരിക്കുന്നത്, ഏത് ബാങ്കിലാണോ ആ സർവീസ് എനിക്ക് കിട്ടിയേക്കുന്നത്, ചെല്ലാൻ പൂരിപ്പിച്ച് അല്ലെങ്കിൽ ചെല്ലാൻ വഴി MG യൂണിവേഴ്സിറ്റിയുടെ സപ്ലൈക്കുള്ള ഫീസ് അടയ്ക്കാൻ ഏത് ബാങ്കാണ് സഹായിച്ച ആക്സിസ് ബാങ്ക് ഇരിക്കുന്ന സ്ഥലം ഏതോ അതായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കോട്ടയം ആയിരിക്കും എന്താണ് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. കാരണം ബാങ്കിൻ്റെ അഡ്രസ്സ് ഏതാണ്, കോട്ടയമാണ് അല്ലേ. അപ്പോൾ ബാങ്കിങ് സർവീസിൻ്റെയോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ അക്കൗണ്ട് ഹോൾഡറോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ മെമ്പറായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ ബില്ലിംഗ് അഡ്രസ്സായിരിക്കും എന്തായിട്ട് അവരുടെ അഡ്രസ്സ് ഓൾറെഡി എന്താണ് കമ്പനിയിൽ കാണും, ബാങ്കിൽ കാണും. അപ്പോൾ ബാങ്കിൽ നിന്ന് ഈ രീതിയിലുള്ള സർവീസൊക്കെ സ്വീകരിക്കുമ്പോൾ എന്താണ് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത് അക്കൗണ്ട് ഹോൾഡറുടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മെമ്പറായിട്ടിരിക്കുന്ന ആളുടെ അഡ്രസ്സായിരിക്കും. ഇനി നോൺ അക്കൗണ്ട് ഹോൾഡറൊക്കെയാണ് ഒരു ബാങ്കിൽ അക്കൗണ്ടൊന്നും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് ഏതെങ്കിലും രീതിയിൽ ബാങ്കിൻ്റെ സർവീസൊക്കെ സ്വീകരിക്കുന്നതെങ്കിൽ ചെക്ക് മാറാനോ അല്ലെങ്കിൽ എന്താണ് ഈ രീതിയിലുള്ള ചെല്ലാനോ ഒക്കെ അടയ്ക്കാനോ ഏതെങ്കിലും അക്കൗണ്ട് ഇല്ലാത്തവർക്ക് എന്ത് പറ്റും, ബാങ്കിൻ്റെ വഴി നമുക്ക് ബാങ്കിൻ്റെ സർവീസ് സ്വീകരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ATM സർവീസൊക്കെ നമ്മൾ സ്വീകരിക്കാറില്ലേ അപ്പോൾ എന്താണ് ഈ രീതിയിലുള്ള സർവീസ് സ്വീകരിക്കുന്നവരാണ് നോൺ അക്കൗണ്ട് ഹോൾഡറൊക്കെ ആണ് എങ്കിൽ എന്തായിരിക്കും ഏത് സ്ഥലത്ത് ഏത് ബാങ്കിൽ നിന്നാണോ അല്ലെങ്കിൽ ഏത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണോ ഈ സർവീസ് ഡെലിവർ ചെയ്യപ്പെടുന്നത് ആ സ്ഥലമായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ATMയിലൊക്കെ പോയി പൈസ ഇടാറില്ലേ, എനിക്ക് SBI ബാങ്കിൻ്റെ ATM ഉള്ളേ, ഞാൻ എന്താണ് ഈ ഫെഡറൽ ബാങ്കിൻ്റെ ATMയിൽ പോയി പൈസ എടുത്തു. ഓക്കെ, എനിക്കെന്ത് കിട്ടി, ബാങ്കിൻ്റെ ഒരു സേവനം കിട്ടി. പക്ഷേ എനിക്ക് ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് ഇല്ല. മൂന്നാറിലുള്ള ഞാൻ എന്താണ് എറണാകുളത്ത് വന്നിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ ATMയിൽ പോയിട്ട് SBI ബാങ്കിൻ്റെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പൈസ വിഡ്രോ ചെയ്തു. അപ്പോൾ എനിക്ക് ആക്ച്വലി കിട്ടിയേക്കുന്നത് ATM എന്ന് പറയുന്ന ബാങ്കിങ് സർവീസ് കിട്ടിയേക്കുന്നത് ഏത് ബാങ്കിൻ്റെയാണ്, ഫെഡറൽ ബാങ്കിൻ്റെയാണ് കിട്ടിയേക്കുന്നത്. എനിക്ക് അക്കൗണ്ട് ഉണ്ടോ, ഇല്ല. പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്ന ഏതായിരിക്കും, എറണാകുളത്തുള്ള ഫെഡറൽ ബാങ്കിൻ്റെ ബാങ്കിങ് അഡ്രസ്സായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇൻഷുറൻസ് സർവീസാണ്. നമ്മൾ ഏതെങ്കിലും ഒരു റെസിപ്പിയൻ്റ് ഏത് തരത്തിൽ ഇൻഷുറൻസ് സർവീസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ പാർട്ടി രജിസ്റ്റേർഡ് പാർട്ടിയാണോ അൺരജിസ്റ്റേർഡ് പാർട്ടിയാണോ എന്ന് നോക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ബിസിനസ് സ്ഥാപനമുണ്ട് അടിമാലിൽ. അത് ഞാൻ എന്താണ് അങ്ങ് എറണാകുളത്തുള്ള ഒരു LIC ഓഫീസിൽ LIC ഓഫീസിൽ നിന്നും അതിന് ഞാൻ എടുത്തിട്ടുണ്ട്, ആ ബിസിനസ് സ്ഥാപനത്തിന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. എന്തോ ഒരു കാരണവശാൽ എന്താണ് എൻ്റെ ബിസിനസ് സ്ഥാപനം കത്തി നശിച്ചു പോയി. അപ്പോൾ അതിന് വേണ്ടിയുള്ള ക്ലെയിം എവിടെയുള്ള പാർട്ടി തരും, എറണാകുളത്തുള്ള LIC ഓഫീസിൽ നിന്ന് അതിനുള്ള ക്ലെയിം തരും. രജിസ്റ്റേർഡ് പാർട്ടിയായ ഞാൻ എന്താണ് ആ സേവനം സ്വീകരിക്കുന്നതുകൊണ്ട് എൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് ഇൻഷുറൻസ് സർവീസ് സ്വീകരിച്ച പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്ന ഏതായിരിക്കും, അടിമാലുള്ള എൻ്റെ സ്ഥലമായിരിക്കും. പക്ഷേ ഈ പാർട്ടി തന്നേക്കുന്നത് എവിടുത്തെ പാർട്ടിയാണ് തന്നേക്കുന്നത്, അങ്ങ് എറണാകുളത്തുള്ള LIC ഓഫീസിൽ നിന്നാണ് ഈ സർവീസ് ഡെലിവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലങ്ങളാണ് വരുന്നത്, ഒന്ന് രജിസ്റ്റേർഡ് പാർട്ടിയായ എൻ്റെ സ്ഥലം, അതുപോലെ തന്നെ എന്താണ് ഈ സർവീസ് തന്നിരിക്കുന്ന പാർട്ടിയുടെ സ്ഥലം. പക്ഷേ ഞാൻ GST രജിസ്ട്രേഷൻ എടുത്തേക്കുന്ന പാർട്ടി ആയതുകൊണ്ട് എന്തായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്, ഇൻഷുറൻസ് സർവീസ് ഡെലിവർ ചെയ്ത പാർട്ടി രജിസ്റ്റേർഡ് പാർട്ടി ആയതുകൊണ്ട് അടിമാലി ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഷുറൻസ് സർവീസ് സ്വീകരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് പാർട്ടിയാണെങ്കിൽ ആ രജിസ്റ്റേർഡ് പാർട്ടിയുടെ സ്ഥലമായിരിക്കും എടുക്കുന്നത്. ഇനി അൺരജിസ്റ്റേർഡ് പാർട്ടിയാണ് ഈ ഒരു സർവീസ് സ്വീകരിക്കുന്നതെങ്കിൽ ആരാണോ ഏത് സ്ഥലത്തു നിന്നാണോ ഈ ഇൻഷുറൻസ് സർവീസ് ഡെലിവർ ചെയ്യപ്പെടുന്നത് ആ സ്ഥലമായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ
ഞാനൊരു ഇൻഡിവിജ്വൽ വ്യക്തിയാണ്. എനിക്ക് എന്താണ് ഒരു ഇൻഷുറൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എന്തോ അകാലത്തിൽ ഞാൻ അങ്ങ് മരിച്ചുപോയി. അപ്പോൾ അതിൻ്റെ ക്ലെയിം എനിക്ക് എന്താണ് എൻ്റെ വൈഫിന് കിട്ടിയെന്ന് കരുതുക. ഞാൻ ഈ ഒരു ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് മൂന്നാറുള്ള പാർട്ടിയാണ് ഞാൻ. എനിക്ക് ഇൻഷുറൻസ് ക്ലെയിം എടുത്തിരിക്കുന്നത് അങ്ങ് എറണാകുളത്തുള്ള LIC നിന്നാണ്. അപ്പോൾ ഈ സർവീസ് എൻ്റെ ഭാര്യയ്ക്ക് സർവീസ് കിട്ടിയത് ഞാൻ മരിച്ചതിന് ശേഷം എന്താണ് ഈ ഇൻഷുറൻസ് സർവീസ് ആർക്ക് കിട്ടി? എൻ്റെ ഭാര്യയ്ക്ക് കിട്ടി. ഇവിടെ രണ്ട് രീതിയിലുള്ള അഡ്രസ്സാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് അൺരജിസ്റ്റേർഡ് പാർട്ടിയായ എൻ്റെ സ്ഥലവും അതുപോലെ തന്നെ ഈ സർവീസ് എനിക്ക് തന്നിരിക്കുന്ന LIC സർവീസസ് എനിക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇൻഷുറൻസ് സർവീസ് എനിക്ക് തന്നിരിക്കുന്ന ആ LIC ഓഫീസിൻ്റെ സ്ഥലവും. ഇതിൻ്റെ അകത്ത് അൺരജിസ്റ്റേർഡ് പാർട്ടി ആയതുകൊണ്ട് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത് ഇൻഷുറൻസ് സർവീസിൻ്റെ കാര്യത്തിൽ ഏതായിരിക്കും? എറണാകുളമായിരിക്കും. ഓക്കെ. അപ്പോൾ ഇൻഷുറൻസ് സർവീസിൻ്റെ കാര്യത്തിൽ രജിസ്റ്റേർഡ് പാർട്ടിയാണെങ്കിൽ രജിസ്റ്റേർഡ് പാർട്ടിയുടെ സ്ഥലം, അൺരജിസ്റ്റേർഡ് പാർട്ടിയാണെങ്കിൽ എന്താണ് ആരാണോ ഈ ഇൻഷുറൻസ് സർവീസ് ഡെലിവർ ചെയ്യുന്നത് ആ പാർട്ടിയുടെ സ്ഥലമായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്? നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇത്രയുമാണ് നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ ദ കേസ് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, നമുക്ക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്ന സർവീസിൻ്റെ കാര്യത്തിൽ രണ്ട് രീതിയിൽ സർവീസിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് നമ്മൾ എന്ത് നിർണ്ണയിക്കുന്നത്? പ്ലേസ് ഓഫ് സപ്ലൈ നിർണ്ണയിക്കുന്നത്. ഇമ്മൂവബിൾ സർവീസ് ആണെങ്കിൽ അതെന്താണ്? രജിസ്റ്റേർഡ് പാർട്ടി ആണെങ്കിൽ രജിസ്റ്റേർഡ് പാർട്ടിയുടെ സ്ഥലം, അൺരജിസ്റ്റേർഡ് പാർട്ടി ആണെങ്കിൽ ആരാണോ ഈ സർവീസ് ഡെലിവർ ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെ വെച്ചാണോ ഈ സർവീസ് കണ്ടക്ട് ചെയ്യുന്നത് അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. മൂവബിൾ സർവീസ് ആണെങ്കിൽ എന്താണ്? ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് എടുത്തുകൊണ്ട് പോകാവുന്നതാണ്. ഈ സർവീസ് എവിടെയാണോ ഡെലിവർ ചെയ്യപ്പെടുന്നത് അതായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇനി എംപ്ലോയി ട്രെയിനിങ് സർവീസ്, എൻ്റർടൈൻമെൻറ്റ് സർവീസ്, കൾച്ചർ ഇവൻ്റ് പ്രോഗ്രാം, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ് എന്നീ കാര്യത്തിലൊക്കെ ആണെങ്കിൽ രജിസ്റ്റേർഡ് പാർട്ടിയാണോ അൺരജിസ്റ്റേർഡ് പാർട്ടിയാണോ നോക്കുന്നത്. രജിസ്റ്റേർഡ് പാർട്ടിയാണ് ഈ സർവീസ് സ്വീകരിക്കുന്നതെങ്കിൽ അയാളുടെ സ്ഥലം, അൺരജിസ്റ്റേർഡ് പാർട്ടി ആണെങ്കിൽ ആരാണോ ഈ സർവീസ് ഡെലിവർ ചെയ്യുന്നത് അയാളുടെ സ്ഥലം അല്ലെങ്കിൽ സപ്ലയറുടെ സ്ഥലമായിരിക്കും എടുക്കുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻ സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്താണ്? നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ സ്വഭാവമല്ല ഈ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് എടുക്കുന്നത്. പ്രീപെയ്ഡ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസാണ് സ്വീകരിക്കുന്നതെങ്കിൽ അത് എവിടെ വെച്ചാണോ ആ ഉപഭോക്താവിന് അല്ലെങ്കിൽ കൺസ്യൂമറിന് സർവീസ് കിട്ടുന്നത് ആ അഡ്രസ്സായിരിക്കും, ആ സ്ഥലമായിരിക്കും എടുക്കുന്നത്. ഇനി പോസ്റ്റ് പെയ്ഡ് സർവീസാണ് പോസ്റ്റ് പെയ്ഡ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസാണ് ഒരു കൺസ്യൂമറിന് കിട്ടുന്നതെങ്കിൽ ആ ആരാണോ ഈ സർവീസ് തരുന്നത് അയാളുടെ കയ്യിൽ എന്താണ്? ഈ കൺസ്യൂമറിന് ബില്ലിംഗ് അഡ്രസ്സ് ഉണ്ടാകും. ആ ബില്ലിംഗ് അഡ്രസ്സ് ആയിരിക്കും എന്തായിട്ട് എടുക്കുന്നത്? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇൻസ്റ്റാളേഷൻ സർവീസിലാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലത്ത് നിന്നും ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് എന്ന് പറയുന്ന ഫൈനൽ സ്റ്റേജ് എവിടെ വെച്ചാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അവിടെയായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ബാങ്കിങ് സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ ബില്ലിംഗ് അക്കൗണ്ട് ഹോൾഡർ അഡ്രസ്സ് ആയിരിക്കും. നോൺ അക്കൗണ്ട് ഹോൾഡർക്കാണ് ബാങ്കിങ് സർവീസ് കിട്ടുന്നതെങ്കിൽ ഏത് ബാങ്കാണോ ഈ നോൺ അക്കൗണ്ട് ഹോൾഡർക്ക് സർവീസ് കൊടുക്കുന്നത് ആ ബാങ്കിൻ്റെ സ്ഥലമായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇൻഷുറൻസ് സർവീസ് ആണെങ്കിൽ രജിസ്റ്റേർഡ് പാർട്ടി ആണെങ്കിൽ അയാളുടെ സ്ഥലം, അൺരജിസ്റ്റേർഡ് പാർട്ടി ആണെങ്കിൽ ഏത് ഇൻഷുറൻസ് കമ്പനിയാണോ ഈ സർവീസ് ഡെലിവർ ചെയ്യുന്നത് ആ പാർട്ടിയുടെ സ്ഥലമായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്? നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.